الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم والسماء بنيناها بأيد وإنا لموسعون والأرض فرشناها فنعم الماهدون ومن كل شيء خلقنا زوجين لعلكم تذكرون ففروا إلى الله إني لكم منه نذير مبين الله أنصفهم بحق واضح وهم أهالي فرية وكذاب أكرم بها من فرقة سلفية سلكت محجة سنة وكتابي قد غال عباد القبور ورهتهم توحيدنا لله دون تحابي പ്രിയമുള്ള കാരണവന്മാരെ, നേതാക്കളെ, സ്നേഹിതന്മാരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളെ, സഹോദരികളെ, റബ്ബുൽ ആലമീനായ അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ മഹത്തായ ഈ ആദർശ സമ്മേളനത്തിൽ സംബന്ധിക്കാനും റബ്ബിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനും കേൾക്കാനുമുള്ള തൗഫീഖ് റബ്ബ് തആല നമുക്കൊരുക്കി തന്നു. ഈ സമയവും സാഹചര്യങ്ങളും നമുക്കനുകൂലമാക്കിയ അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇഹലോകത്ത് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യം ഹിദായത്താണ്. ഹിദായത്തിൻ്റെ അടിസ്ഥാനം തൗഹീദാണ്. ഈ മഹാപ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ സർവ്വതും നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അനിഷേധ്യമായ ഒരു യാഥാർത്ഥ്യമാണ് ഏകനായ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവനു മാത്രം ഇബാദത്ത് ചെയ്യുക, അവനു മാത്രം ആരാധനകൾ സമർപ്പിക്കുക. ആ റബ്ബുൽ ആലമീനായ അല്ലാഹു മാത്രമാണ് ഈ പ്രപഞ്ചത്തെ പടച്ചതും സർവ ആരാധനകൾക്കും സർവ ഇബാദത്തുകൾക്കും അർഹനായിട്ടുള്ളതും എന്നുള്ള അടിസ്ഥാനപരമായ സന്ദേശം, ആ സന്ദേശം ഉൾക്കൊള്ളുന്ന മനുഷ്യർക്ക് ഐഹിക ലോകത്ത് മറ്റുള്ള എല്ലാത്തിനേക്കാളും പ്രിയപ്പെട്ടതും ഈ ലോകത്തവന് നിർവഹിക്കാവുന്ന ഏറ്റവും വലിയ ബന്ധവും ആ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതീക്ഷയും തൗഹീദായി തീരുന്നു. ഭൗതിക ലോകത്ത് അല്ലാഹു എന്തെല്ലാം നൽകിയിട്ടുണ്ടോ, എന്തെല്ലാം അനുഭൂതികൾ ഐഹിക ലോകത്തുണ്ടോ, അതിനേക്കാളെല്ലാം ഉപരിയായി അല്ലാഹുവിനെ ഉൾക്കൊള്ളാനും റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് എത്തിച്ചേരുവാനുമുള്ള ത്വര ഏതൊരു മുവഹിദിന്റെയും ഏതൊരു മുസ്ലിമിന്റെയും ഉള്ളിൽ തുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് മഹദിമാരെ മാതൃകയായി വിശദീകരിച്ചു തന്നു. ആ രണ്ട് മഹദിമാർ, അവരിൽ ഒന്നാമത്തെയാള് മഹദി ആസിയ ബീവിയാണ്. ആ ആസിയ ബീവിയെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ സൂറത്തു തഹ്രീമിൽ 11-ാം ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചപ്പോൾ പറഞ്ഞു, وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. ضرب الله مثلا للذين آمنوا, വിശ്വാസികളായ മുഅ്മിനുകളായ ആളുകൾക്ക് അല്ലാഹു ഉപമ വിവരിക്കുകയാണ്. ആരാണ് മുഅ്മിനുകളായ ആളുകൾക്ക് ഉദാഹരണമായി അല്ലാഹു കൊണ്ടുവരുന്നത്? ഇംറഅത ഫിർഔൻ, ഒന്ന് ഫറോവയുടെ ഭാര്യയാണ്. ഫറോവയെ നമുക്കെല്ലാവർക്കും അറിയാം, ഏകഛത്രാധിപതിയായി ജീവിക്കുകയും അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിക്കുകയും തന്റെ പ്രതാപത്തിന്റെയും അധികാരത്തിന്റെയും ശക്തി കൊണ്ട് ലോകാത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്ത വ്യക്തിയാണ് ഫറോവ. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഫറോവയുടെ ഭാര്യയായിരുന്ന, ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന, ഫറോവയുടെ കൊട്ടാരത്തിൽ ജീവിച്ച മഹദി ആസിയ ബീവി റബ്ബു തആലയോട് ചോദിക്കുന്നത്, റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നാഹ്, അല്ലാഹുവേ നിന്റെ അടുക്കൽ സ്വർഗ്ഗത്തിൽ എനിക്ക് വീട് തരണേ റബ്ബേ. കൊട്ടാരത്തിൽ വസിക്കുന്ന ആളാണ് ആസിയ ബീവി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇന്നും ലോകത്തെ അത്ഭുതങ്ങളിൽ ഒന്നാണ് ഈജിപ്തിലെ പിരമിഡുകൾ. ആ പിരമിഡുകളിൽ നിറക്കപ്പെട്ട മമ്മികൾ, ആ മമ്മികൾ ഇന്ന് മനുഷ്യൻ പൊളിച്ചു നോക്കി അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന്. വിലപിടിപ്പുള്ള സ്വർണങ്ങൾ കൊണ്ട് നിറക്കപ്പെട്ടിരിക്കുന്നു മമ്മിയുടെ ഉള്ളുകൾ. അതുപോലെ തന്നെ സ്വർണപാത്രങ്ങളും വെള്ളിത്തളികകളുമൊക്കെ നിറക്കപ്പെട്ട ഫറോവയുടെ കൊട്ടാരം. മരിച്ചതിനു ശേഷം മമ്മിയിൽ നിറക്കുന്നത് പോലും കോടാനക്കോടി വില വരുന്ന സ്വർണങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളും മുത്തുകളും പവിഴങ്ങളുമാണ് എങ്കിൽ ആ കൊട്ടാരം നമുക്ക് എത്രമാത്രം ഉണ്ടാകുമെന്ന് സങ്കല്പിക്കാവുന്നതേയുള്ളൂ. ആസിയ ബീവി ജീവിച്ച കൊട്ടാരം എത്ര മനോഹരമായിരുന്നു എന്ന്, എത്ര സമ്പന്നമായിരുന്നുവെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. മരിച്ചു പോകുന്ന മനുഷ്യരുടെ കബറിടത്തിൽ അവരുടെ മമ്മിയിൽ അവൾ നിറച്ചു വെക്കുന്ന സ്വർണവും അതുപോലെ തന്നെ മുത്തുകളും പവിഴങ്ങളും ഇത്രമാത്രം വിലയുള്ളതാണെങ്കിൽ, ജീവിച്ചിരിക്കുന്ന ആ ഘട്ടത്തിൽ ആ കൊട്ടാരത്തിൽ നിറക്കപ്പെട്ട കനികളും ആ കൊട്ടാരത്തിൽ നിറക്കപ്പെട്ട വിഭവങ്ങളും ആഡംബരങ്ങളും എത്രമാത്രം ഉണ്ട് എന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ആ കൊട്ടാരത്തിൽ ജീവിച്ച മഹദിയാണ് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത്, റബ്ബിബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്നാഹ്,
അല്ലാഹുവേ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ എനിക്ക് വീട് തരണേ അല്ലാ. എന്ന് മാത്രമല്ല മഹദി ദുആ ചെയ്യുകയാണ്, വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. അല്ലാഹുവേ ഫറോവയുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്, അവന്റെ അക്രമങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ അല്ലാ. അക്രമികളായ സമൂഹത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ അല്ലാ. കൊട്ടാരവാസിയായ ഒരു സഹോദരി ഇങ്ങനെ ദുആ ചെയ്യാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് ഹദീസുകളിൽ കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രത്യേകം എടുത്തു പറയുന്നത് കാണാം. ഇന്ന ഫിർഔന ഔതദ ലി ഇംറഅതിഹി അർബഅത ഔതാദ്. ഫറോവ വിശ്വാസി ആയതിന്റെ പേരിൽ, ഈമാൻ സ്വീകരിച്ചതിന്റെ പേരിൽ, തൗഹീദ് ഉൾക്കൊണ്ടതിന്റെ പേരിൽ തന്റെ ഭാര്യയെ 4 ആണികൾ തളച്ചിട്ടു എന്നാണ്. 2 കൈകളിലും തന്റെ 2 കാലുകളിലും മാണി തറച്ചുകൊണ്ട് തന്റെ ഭാര്യയെ ഇതാ ശക്തമായി പീഡിപ്പിക്കുകയാണ്. മാത്രമല്ല ആ സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ മലാഖമാർ, മലായിക്കത്തുകൾ പോലും വന്നുകൊണ്ട് മഹദിക്ക് തണലിട്ട് കൊടുക്കുമായിരുന്നുവെന്നാണ്. ആ മഹദി ഇത്രമാത്രം പീഡനങ്ങൾ സഹിച്ചു കിടക്കുന്ന വേളയിലാണ് റബ്ബിനോട് ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ ഈ നൊമ്പരങ്ങളും വേദനകളും കഷ്ടതകളും കഷ്ടപ്പാടുകളുമെല്ലാം ഞാൻ അനുഭവിക്കുന്നത് ഒരേ ഒരു ലക്ഷ്യത്തിന്റെ പേരിലാണ്. എനിക്ക് ലഭിക്കേണ്ടത് ഫറോവയുടെ കൊട്ടാരമല്ല, ഫറോവയുടെ സിംഹാസനമല്ല, ഫറോവ വാരിക്കൂട്ടിയ സമ്പത്തല്ല, നേരെ മറിച്ച് റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ നിന്റെ അടുക്കൽ, നിന്റെ വീട്ടിൽ, അഥവാ നീ ഒരുക്കുന്ന സ്വർഗത്തിൽ നിന്റെ ജാറായി, നിന്റെ അയൽവാസിയായി വസിക്കാൻ എനിക്ക് അവസരം തരണേ അല്ലാ. ഈ ആയത്തിനെ വിശദീകരിക്കുമ്പോൾ ഉലമാ പറയുന്നത് കാണാം, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് തന്നെ പറയുന്നത് കാണാം, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന. അല്ലാഹുവേ സ്വർഗത്തിൽ എനിക്ക് നിന്റെ സമക്ഷത്തിൽ, നിന്റെ സമീപത്തൊരു വീട് തരണേ എന്ന് പറയുമ്പോ ഉലമാ പറയുകയാണ്, ഇഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ. മഹദി ആസിയ ബീവി അഥവാ ഫറോവയുടെ ഭാര്യ ആസിയ ബീവി ഇഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ. അവർ വീട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ്, സ്വർഗത്തിലെ വീട് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലെ അയൽവാസിയാണ് തിരഞ്ഞെടുത്തത്. കാരണം സ്വർഗത്തിൽ വീട് തരണേ എന്നല്ലല്ലോ മഹദി പ്രാർത്ഥിച്ചത്, നേരെ മറിച്ച് ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുക്കൽ വീട് തരണേ എന്നാണ്. അല്ലാഹുവേ നിന്റെ അടുക്കൽ വീട് തരണേ എന്നാണ്. അഥവാ ആദ്യം മഹദി തെരഞ്ഞെടുത്തത് റബ്ബിനെയാണ്, അല്ലാഹുവിനെയാണ്. അതുകൊണ്ട് തന്നെ വീട് പറയുന്നതിന് മുമ്പ്, സ്വർഗത്തിലെ ഭവനം പറയുന്നതിന് മുമ്പ് ഇഖ്താറത്തിൽ ജാറ ഖബിലദ്ദാർ, റബ്ബിനെ തെരഞ്ഞെടുക്കുകയാണ്, അയൽവാസിയായി അല്ലാഹുവിനെ തെരഞ്ഞെടുക്കുകയാണ്, റബ്ബുൽ ആലമീനെ തെരഞ്ഞെടുക്കുകയാണ്. മനസ്സിലാക്കണം, അനുകൂലമായ സാഹചര്യത്തിലല്ല, എല്ലാം അനുകൂലമായ ഘട്ടത്തിലല്ല, നേരെ മറിച്ച് തനിക്ക് നാടും ഭരണകൂടവും തൻ്റെ ഭർത്താവും വീട്ടുകാരും കുടുംബക്കാരുമൊക്കെ എതിരായ വേളയിൽ അവരെല്ലാവരും തനിക്കെതിരാണ്, വീടെതിരാണ്, കുടുംബമെതിരാണ്, ഭരണകൂടമെതിരാണ്, അവിടുത്തെ എല്ലാ പട്ടാള വ്യവസ്ഥകളും എതിരാണ്, നിയമകൂടങ്ങളും എതിരാണ്. ആ സന്ദർഭത്തിൽ ആ പീഡനങ്ങളെല്ലാം സഹിച്ചുകൊണ്ട്, പ്രയാസങ്ങളെല്ലാം സഹിച്ചുകൊണ്ട് റബ്ബുൽ ആലമീനായ അല്ലാഹുവിനെ തിരഞ്ഞെടുക്കുകയാണ് മഹദി. ഇതാണൊരു മുവഹിദ്, ഇതാണൊരു മുവഹിദിന്റെ ജീവിതം. കാരണം ഐഹിക ലോകത്ത് എല്ലാത്തിനേക്കാളും ഉപരിയായി റബ്ബിനെ അറിഞ്ഞവരാണവർ, എല്ലാത്തിനേക്കാളും റബ്ബിനെ മനസ്സിലാക്കിയവരാണവർ. അവർ അവരുടെ മനസ്സ് റബ്ബിലേക്ക് തുറന്നു വെച്ചവരാണ്, അവരുടെ ബസീറത്ത്, അവരുടെ ഉൾക്കണ്ണ് തുറന്നു വെച്ചവരാണ്, അവരുടെ ഹൃദയം റബ്ബിലേക്ക് തുറന്നു വെച്ചവരാണ്, അല്ലാഹുവിനെ കൃത്യമായി അറിഞ്ഞവരാണ്, മനസ്സിലാക്കിയവരാണ്. അത്തരമൊരു അറിവിലേക്ക് ഏതൊരു മനുഷ്യനെത്തുന്നുവോ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന പേരാണ് വലിയുല്ലാഹ്, അല്ലാഹുവിന്റെ മിത്രം. അല്ലാഹുവിന്റെ മിത്രം, അല്ലാഹുവിന്റെ മിത്രം എന്ന് പറയുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ വലിയുല്ലാഹ് എന്ന് പറയുന്നത് ആരെയാണ്? അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി ബിഹസ്ബി മാ യുംകിൻ. സാധാരണ നമ്മുടെ നാട്ടിലെ അശ്അരി തരീഖത്തുകാരർ അവരുടെ ആധാരമായി സ്വീകരിക്കുന്ന ഇമാം തഫ്താസാനിയുടെ ശറഹുൽ ഖായിദിൽ വലിയ ആരാണെന്ന് വിശദീകരിച്ചുകൊണ്ട് പറയുന്നത്, അൽ വലിയു ഹുവൽ ആരിഫു ബില്ലാഹി വസിഫാതിഹി ബിഹസ്ബി മാ യുംകിൻ. ഒരു വലിയ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ അറിഞ്ഞവനാണ്, ആരിഫു ബില്ലാഹ് അള്ളാഹുവിനെ അറിഞ്ഞു മനസ്സിലാക്കിയവനാണ്.
എങ്ങനെയാണ് അള്ളാഹുവിനെ അറിയുക? വസിഫാത്തിഹി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളിലൂടെ അള്ളാഹുവിനെ അറിഞ്ഞവനാണ്. അവന് കഴിയുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ മനസ്സിലാക്കി അവൻ റബ്ബാണെന്നും അവൻ മുദബ്ബിറാണെന്നും അവൻ റഊഫാണെന്നും അവൻ റഹീമാണെന്നും അവൻ സമീആണെന്നും ബസീറാണെന്നും അങ്ങനെ തുടങ്ങി അള്ളാഹുവിന്റെ അസ്മാഉ വസിഫാത്തുകളിലൂടെ അള്ളാഹുവിനെ അറിഞ്ഞവനാണ് യഥാർത്ഥത്തിൽ വലിയ എന്ന് പറയുന്നത്. സ്വാഭാവികമായും അള്ളാഹുവിനെ ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ റബ്ബിന് പൂർണ്ണമായി അവൻ വിധേയപ്പെടുകയാണ്. അള്ളാഹുവിനെ അറിഞ്ഞവൻ അള്ളാഹുവിന് ഒതുങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ റബ്ബിനെ അറിഞ്ഞു കഴിയുമ്പോൾ അൽ മുവാലിബു അല ത്വാആതി അൽ മുജ്തനിബു അനിൽ മആസി അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാഅതി വശഹവാഅത്. സ്വാഭാവികമായും അള്ളാഹുവിന് പൂർണ്ണമായി അവൻ കീഴ്തുങ്ങുന്നു. അള്ളാഹുവിന്റെ കൽപ്പനകളെ അവൻ ഇതാ അനുസരിക്കുന്നു. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് അവൻ വിധേയപ്പെടുന്നു. അൽ മുജ്തനിബു അനിൽ മആസി, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പറച്ചവൻ വെറുക്കുന്ന കാര്യങ്ങളിൽ നിന്ന് അവൻ വിട്ടുനിൽക്കുന്നു. മാത്രമല്ല അൽ മുഅ്രിദു അനിൽ ഇൻഹിമാകി ഫിൽ ലദ്ദാതി വശഹവാത്, റബ്ബിന്റെ ദിക്റിൽ നിന്ന് മനുഷ്യനെ അകറ്റിക്കളയുന്ന ദുനിയാവിൻ്റെതായ പളപളപ്പുകളുണ്ട്, ദുനിയാവിൻ്റെതായ അലങ്കാരങ്ങളുണ്ട്, ദുനിയാവിൻ്റെതായ എന്റർടൈൻമെന്റുകളുണ്ട്. അതിൽ നിന്ന് പൂർണ്ണമായി ഒഴിവായി പൂർണ്ണമായി അള്ളാഹുവിനെ വഴിപ്പെടുത്ത് അള്ളാഹുവിനെ അറിഞ്ഞു ജീവിക്കുന്നവനാണ് വലിയ എന്ന് പറയുന്നത്. റബ്ബ് സുബ്ഹാനഹു വ തആലയിലേക്ക് ഇങ്ങനെ ഒരാൾ എടുക്കുമ്പോ സ്വാഭാവികമായും റബ്ബ് ഇങ്ങോട്ട് തിരിച്ചെടുക്കാൻ തുടങ്ങും. റബ്ബ് സുബ്ഹാനഹു വ തആല വലിയന്റെ ഖരീബാകും. വലിയ എന്ന് പറയുമ്പോൾ ചില പണ്ഡിതന്മാർ അതിന് ഭാഷാർത്ഥം നൽകിയത് തന്നെ അൽ വലിയു ഹുവൽ ഖരീബ്, സമീപസ്ഥനാകുമെന്നുള്ളതാണ്. കാരണം ഫൈദാ കാനൽ അബ്ദു ഖരീബൻ മിൻ ഹദ്റത്തില്ലാഹി ബിസബബി കസറത്തി തആതിഹി വകസറത്തി ഇഖ്ലാസിഹി കാന റബ്ബു ഖരീബൻ മിൻഹു ബിറഹ്മതിഹി വഫദ്ലിഹി വഇഹ്സാനിഹി ഫഹുനാക ഹസലത്തിൽ വിലായ. ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിന്റെ ആയത്തുകൾ വ്യാഖ്യാനിക്കുകയാണ്, വിശദീകരിക്കുകയാണ്. കാരണം സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ മിത്രങ്ങളെ സംബന്ധിച്ച് വലിയുകളെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ആരാണ് ഖുർആനിൽ സൂറത്തുൽ കഹ്ഫിൽ പറഞ്ഞ വലിയുകൾ? അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയപ്പെട്ട വിഭാഗമാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ പ്രത്യേകത ഭരണകൂടം മുഴുവനും തൗഹീദിനെതിരായി, ഭരണകൂടം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി, നാട്ടുകൂട്ടം മുഴുവനും ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായി, ഭരണഘടന പോലും തൗഹീദിന് എതിരായി മാറുന്ന സാഹചര്യമുണ്ടായി. മനസ്സിലാക്കണം, ആ ഒരു സന്ദർഭത്തിൽ ഭരണകൂടവും നാട്ടുകൂട്ടങ്ങളും അതുപോലെ തന്നെ രാജാവും അവിടെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുമിച്ച് കൊണ്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിന് പുറമെ പരശക്തികളോട് ദുആ ചെയ്യണേ, അല്ലാത്തവരെ ആരാധിക്കണേ, അതുപോലെ തന്നെ കുരിശിനെ നിങ്ങൾ പൂജിക്കണേ, അതുപോലെ മരിച്ചു മൺമറഞ്ഞുപോയ ആളുകളോട് ദുആ ചെയ്യണേ. ഈ രൂപത്തിൽ പരശക്തികളെ പ്രാപിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഭരണകൂടം വന്നപ്പോ ഒരു സംഘം ആളുകൾ, ആ ഒരു സംഘം ആളുകളെ സംബന്ധിച്ച് ഖുർആൻ പറഞ്ഞത്, അതെ അവരെ സംബന്ധിച്ചിടത്തോളം ഇദ് അവൽ ഫിത്യതു ഇലൽ കഹ്ഫി ഫഖാലു റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ വഹയ്യി ലനാ മിൻ അംരിനാ റശദാ. ഒരു സംഘം യുവാക്കൾ, ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ അവിടെ നിന്ന് മാറുകയാണ്. ആര് പറഞ്ഞാലും ആരെല്ലാം നിർബന്ധിച്ചാലും അള്ളാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ട് കൂറുകാരെയുണ്ടാക്കി ഒരിക്കലും അതപ്പതിച്ചു പോകാൻ ഞങ്ങൾ ഒരുക്കമല്ല. തല പോയെന്ന് വന്നാൽ പോലും, കഴുമരത്തിൽ ഏറ്റപ്പെട്ടാൽ പോലും തൗഹീദിന്റെ വഴിയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും മാറിപ്പോകാൻ ഒരുക്കമല്ലെന്ന് പറഞ്ഞ ഒരു സംഘം ആളുകൾ. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അല്ലാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ച ഒരു പറ്റം യുവാക്കളാണ്. ആ യുവാക്കൾ എങ്ങനെ വിശ്വസിച്ചപ്പോൾ അല്ലാഹു അവരുടെ ഈമാൻ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുത്തു എന്ന് മാത്രമല്ല, വറബത്നാ അലാ ഖുലൂബിഹിം, അവരുടെ ഖൽബുകൾക്ക് അല്ലാഹു ഉറപ്പ് കൊടുത്തു. സർവ്വ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള കഴിവ് അല്ലാഹു കൊടുത്തു. കാരണം ഇത് ഖാമു, എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ എഴുന്നേറ്റ് നിന്നവരാണ്. എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവർ പ്രഖ്യാപിച്ചത് ഫഖാലു റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർളി ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. ഞങ്ങളുടെ റബ്ബ് കല്ലല്ല, മരമല്ല, ജിന്നല്ല, മലക്കല്ല, മരിച്ചു മൺമറഞ്ഞു പോയവരല്ല, സൃഷ്ടികളല്ല. നേരെ മറിച്ച് റബ്ബുനാ റബ്ബുസ് സമാവാതി വൽ അർള്, ആകാശഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബുൽ ആലമീനായവനാണ് ഞങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് തന്നെ ലൻ നദ്ഉ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ,
അള്ളാഹുവിന് പുറമെ ഒരു ശക്തിയോടും ദുആ ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമല്ല. അള്ളാഹുവിന് പുറമെ ഒരു ശക്തിയോടും പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ഒരുക്കമല്ല. ലൻ നദ്ഉവ മിൻ ദൂനിഹി ഇലാഹൻ ലഖദ് ഖുൽനാ ഇദൻ ശതതാ. അല്ലാത്തവരോട് ദുആ ചെയ്യാമെന്ന് ഞങ്ങൾ വാദിച്ചാൽ, അല്ലെങ്കിൽ അത് ശിർക്കല്ലെന്ന് ഞങ്ങൾ പറഞ്ഞു പോയാൽ, ആ രൂപത്തിൽ വാദഗതിയിലേക്ക് ഞങ്ങൾ അകപ്പെട്ടു പോയാൽ, ഏറ്റവും വലിയ അതിക്രമം പറയുന്ന, ഏറ്റവും വലിയ അപരാധം പറയുന്ന ഒരു സമൂഹമായി ഞങ്ങൾ മാറിപ്പോകുമെന്നുള്ളത് കൊണ്ട് ഞങ്ങൾ അല്ലാഹുവിന് പുറമെ ഒരു ശക്തിയോടും ദുആ ചെയ്യുകയില്ല എന്ന നിലയിൽ അവർ ഉറച്ചു നിന്ന് കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ സഹായിക്കുകയാണ്. വഇദ് അഅ്തസൽതുമൂഹും വമാ യഅ്ബുദൂന ഇല്ലല്ലാഹ്. അള്ളാഹുവിൽ മനസ്സുറപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് പുറമെയുള്ള എല്ലാ ശക്തികളെയും കൽബിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് ഏകനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുമെന്ന നിലപാടിലേക്ക് അവർ മാറിയപ്പോ ആ ഈമാനുമായി അവർ നാട് വിടുകയാണ്, വീട് വിടുകയാണ്. പൗരത്വം നിഷേധിക്കപ്പെട്ട് കൂട്ടുകുടുംബാദികളെ ഉപേക്ഷിച്ച് തൗഹീദിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഒരു ഗുഹക്കുള്ളിലേക്ക് അവർ അഭയം പ്രാപിച്ചു. ആ ഗുഹയുടെ ഉള്ളിലേക്ക് അവർ അഭയം പ്രാപിച്ചു കഴിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് വേണ്ടി പ്രത്യേകമായ റഹ്മത്ത്, അവന്റെ പ്രത്യേകമായ ഫളല്, പ്രത്യേകമായ കാരുണ്യം ഒരുക്കി കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായ കറാമത്ത് കൊണ്ടവരെ ആദരിച്ചു എന്ന് ഖുർആൻ പറയുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല കറാമത്ത് കൊണ്ടവരെ ആദരിച്ചു. 300 ചില്ലാനം വർഷം ഫളറബ്നാ അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദാ. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലയോ, അവരുടെ ചെവികൾ അടച്ചു കളഞ്ഞു അല്ലാഹു സുബ്ഹാനഹു വ തആല. 300 ചില്ലാനം ആ വർഷം ആ ഗുഹക്കുള്ളിൽ അവർ റബ്ബ് സുബ്ഹാനഹു വ തആല ഉറക്കിക്കളഞ്ഞു, സുരക്ഷിതമാക്കി. അവരെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ട് അവരുടെ ആരോഗ്യം നിലനിർത്തി. മാത്രമല്ല, ഒരു നായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാവലിരുത്തി. ഈ ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ടാണ് ഫഖ്റുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് പറയുന്നത്, അൽ വലിയു, വലി എന്ന് പറഞ്ഞാൽ ഹുവൽ ഖരീബു, അല്ലാഹുവിലേക്ക് അടുത്തവനാണ്, റബ്ബിനെ പ്രാപിച്ചവനാണ്. ഫഇദാ കാനൽ അബ്ദു ഖരീബൻ മിൻ ഹദ്റത്തില്ലാഹി ബിസബബി കസറത്തി തആതിഹി വകസറത്തി ഇഖ്ലാസിഹി. അല്ലാഹുവിലേക്കൊരാൾ, റബ്ബിലേക്കൊരാൾ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ടെടുക്കുമ്പോൾ, അല്ലാഹുവിലേക്ക് ഒരു കാര്യം സമർപ്പിച്ചിട്ട് ഇഖ്ലാസ് കൊണ്ട് റബ്ബിലേക്ക് അടുക്കുമ്പോൾ, വകാന റബ്ബു ഖരീബൻ മിൻഹു ബിറഹ്മതിഹി വഫളിഹി വഇഹ്സാനിഹി. അല്ലാഹു തിരിച്ചിങ്ങോട്ട് അവന്റെ റഹ്മത്ത് കൊണ്ട്, അവന്റെ ഫളല് കൊണ്ട്, അവന്റെ ഇഹ്സാൻ കൊണ്ട് തിരിച്ചിങ്ങോട്ട് എടുക്കാൻ തുടങ്ങുമ്പോ ഫഹുനാക ഹസലത്തുൽ വിലായ, അവിടെയാണ് ഒരാൾക്ക് അല്ലാഹുവിന്റെ വലിയായി മാറാൻ കഴിയുന്നത്. അപ്പൊ ഇത് റബ്ബുമായുള്ള ബന്ധമാണ്, അല്ലാഹുമായുള്ള കണക്ഷനാണ്. തൗഹീദ് കൊണ്ട് സ്ഥാപിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ്, ആ തൗഹീദ് കൊണ്ട് മാത്രം നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ്. ആ ആളുകളെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ ലാ തബ്ദീല ലികലിമാത്തില്ലാഹ് ദാലിക ഹുവൽ ഫൗസുൽ അദീം. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം ഉമ്മത്തും മനസ്സിലാക്കാതെ പോയ ഭാഗമാണ്. അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ അവർ തെറ്റിദ്ധരിച്ചു പോയി. അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ പച്ചയുടുത്തവനൊക്കെ വലിയാകുന്ന സാഹചര്യമുണ്ടായി. അള്ളാഹുവിന്റെ വലി എന്ന് പറഞ്ഞാൽ മുറുക്കാൻ ചറ ഒലിപ്പിച്ച് താടിയിലൂടെ അതിങ്ങനെ പതപ്പിച്ചു നടന്നവൻ മുഴുവനും വലിയായി മാറുന്ന സാഹചര്യമുണ്ടായി. അതുപോലെ തന്നെ പിറുപിറുത്ത് ഭ്രാന്തായി നടക്കുന്ന മുഴുവൻ മനുഷ്യരും വലിയാകുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ യഥാർത്ഥ വലിയാരാണെന്ന് ഖുർആൻ പറഞ്ഞത്, അലാ, അറിയണേ, മനസ്സിലാക്കണേ, ഇന്ന ഔലിയാ അല്ലാഹ്, തീർച്ചയായും അല്ലാഹുവിന്റെ വലിയുകൾക്ക് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്ക് ഭയാശങ്കകളില്ല, അവർക്ക് ഭയാശങ്കകളില്ല, അവർക്ക് ദുഃഖങ്ങളില്ല, അവർക്ക് ടെൻഷനുകളില്ല, അവർ വിഷമിക്കേണ്ടതില്ല. കാരണം അവർ അല്ലാഹുവിൽ വിശ്വസിക്കുകയും റബ്ബിന്റെ സാമീപ്യം നേടിയെടുക്കുകയും ചെയ്തവരാണ്. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ, അതേ ജീവിതത്തിൽ ഈമാനിന്റെ കരുത്തു നേടിയവരാണവർ.
അഖീദ ഉറപ്പിച്ചവരാണവര്, അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചവരാണവര്, അള്ളാഹുവിന്റെ സിഫത്തുകൾ പഠിച്ചവരാണവര്, അള്ളാഹുവിന്റെ അസ്മാഉകൾ പൂർണ്ണമായി ഉൾക്കൊണ്ടവരാണവര്, വിശുദ്ധ ഖുർആനിലെ വചനങ്ങളിലൂടെ റബ്ബുൽ ആലമീനെ മനസ്സിലാക്കിയവരാണവര്, അള്ളാഹുവിന്റെ കുർസിയെ മനസ്സിലാക്കിയവരാണവര്, മാത്രമല്ല അള്ളാഹുവിന്റെ അർശിനെ മനസ്സിലാക്കിയവരാണവര്, അള്ളാഹുവിന്റെ തദ്ബീർ മനസ്സിലാക്കിയവരാണവര്. അതുകൊണ്ട് തന്നെ അല്ലദീന ആമനു, ഈമാൻ ഉറച്ചവരാണ്, വകാനു യത്തഖൂൻ, ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് തഖ്വയോടെ ജീവിച്ചവരാണവർ. ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ വഫിൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും അവർക്ക് സന്തോഷമുണ്ട്. തൗഹീദിന്റെ ആളുകൾക്ക് ദുനിയാവിലും ആഖിറത്തിലും സന്തോഷമുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കി അവനിൽ ഖൽബ് ഉറപ്പിച്ചു നിർത്തുന്ന മനുഷ്യർക്ക് ദുനിയാവിലും ആഖിറത്തിലും പ്രത്യേകമായ സന്തോഷമുണ്ട്. മനസ്സിലാക്കണം, ദുനിയാവിൽ അവർക്കൊരുപാട് സന്തോഷമുണ്ട്. കാരണം അവർക്ക് പ്രശ്നങ്ങളില്ല. ജീവിതത്തിന്റെ കുടുസായ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവരകപ്പെട്ടു പോയാൽ ഉറപ്പിച്ചവര് അതേ റബ്ബിനോട് പറയുന്നു, ഹസ്ബി അല്ലാഹ്, എനിക്കല്ല മതി, അല്ലാഹു മതി എന്ന് റബ്ബിലേക്ക് വിശ്വാസമർപ്പിച്ചുകൊണ്ടവര് പറഞ്ഞ് റബ്ബിന്റെ സഹായം നേടുകയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫള് നേടുകയാണ്. റബ്ബിൽ നിന്നവർ കരുത്ത് നേടുകയാണ്. ആ ഒറ്റ വാചകം കൊണ്ട് ജീവിതത്തിന്റെ സർവ്വ പ്രതിസന്ധികളെയും അവർ കടക്കുകയാണ്. ഹസ്ബി അല്ലാഹ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹു മതി എനിക്ക് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലുമെന്ന് പ്രഖ്യാപിച്ച് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിന്റെ സമാധാനം നേടുമ്പോ, പൂർണ്ണമായ ശാന്തി നേടുമ്പോ, ഐഹിക ലോകത്ത് ആനന്ദം അനുഭവിക്കുമ്പോ, ലഹുമുൽ ബുശ്റാ ഫിൽ ഹയാത്തിദ് ദുനിയാ, ഐഹിക ലോകത്ത് അവർക്ക് സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അലാ ബിദിക്രില്ലാഹ്, അറിയണം അല്ലാഹുവിന്റെ ദിക്ർ ഒന്നുകൊണ്ട് മാത്രമാണ് തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയത്തിന് സമാധാനം കിട്ടുക, ശാന്തി കിട്ടുക. ആ സമാധാനം ദുനിയാവിൽ അവർ നേടി. ഇനി നാളെ ആഖിറത്തിൽ പരകോടി മനുഷ്യർ പതറിപ്പോകുന്ന നാളിലെത്തിയാലോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു പഠിപ്പിച്ചു തന്നു, എന്ത് ഇന്ന മിൻ ഇബാദില്ലാഹി ലഉനാസ, അല്ലാഹുവിന് ചില അടിയാറുകളുണ്ട്, മാഹും ബി അംബിയാ, അവർ ഒരിക്കലും നബിമാരല്ല, വലാ ശുഹദാ, അവർ ഒരിക്കലും ശുഹദാക്കളുമല്ല, യഖ്ബിതുഹുമുൽ അംബിയാ വശുഹദാ യൗമൽ ഖിയാമത്തി ബിമകാനിഹിം മിനല്ലാഹ്, അമ്പിയാക്കളല്ലാത്ത ശുഹദാക്കളല്ലാത്ത ഈ മനുഷ്യര് നാളെ ആഖിറത്തിൽ വരുമ്പോൾ അവർക്ക് കിട്ടുന്ന പരിഗണന കാണുമ്പോൾ, അവർക്ക് കിട്ടുന്ന പ്രത്യേകമായ ഫദ്ലുകൾ കാണുമ്പോൾ നബിമാര് പോലും അത്ഭുതം കൂറുകയാണ്, ശുഹദാക്കൾ പോലും അത്ഭുതം കൂറുകയാണ്. അങ്ങനെ നബിമാരല്ലെങ്കിലും ശുഹദാക്കളല്ലെങ്കിലും അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേകമായ പരിഗണന കിട്ടുന്ന കുറച്ചടിയാറുകൾ അള്ളാഹുവിനുണ്ടെന്ന് ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ള തന്റെ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുമ്പോ സ്വഹാബത്ത് നബിയോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് തുഖ്ബിറുനാ മിൻഹും, ആരാണ് നബിയെ, അവരെ കുറിച്ച് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരാമോ, ആരാണവരെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുന്നു, ആരാണവരെന്നറിയുമോ? ഹും ഖൗമുൻ തഹാബ്ബു ബിറൂഹില്ലാഹി അലാ ഗൈരി അർഹാമിൻ ബൈനഹും വലാ അംവാൽ യതആതൗനഹാ, അവർ അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച മനുഷ്യരാണ്. സമ്പത്തിന്റെ മാനദണ്ഡത്തിലോ കുടുംബബന്ധത്തിന്റെ മാനദണ്ഡത്തിലോ സ്നേഹിക്കുന്നതിനേക്കാൾ ഉപരി അല്ലാഹുവിന് വേണ്ടി മറ്റുള്ളവരെ സ്നേഹിച്ചവരാണവര്, അല്ലാഹുവിന് വേണ്ടി വെറുത്തവരാണവര്, അല്ലാഹുവിന് വേണ്ടി കൊടുത്തവരാണവര്, അല്ലാഹുവിന് വേണ്ടി തടഞ്ഞവരാണവര്. അവരുടെ വികാരങ്ങൾ പോലും അല്ലാഹുവിന് വേണ്ടിയായിരുന്നു, അവരുടെ സ്നേഹം പോലും അല്ലാഹുവിന് വേണ്ടിയായിരുന്നു, അവരുടെ വെറുപ്പ് പോലും അല്ലാഹുവിന് വേണ്ടിയായിരുന്നു. അങ്ങനെ ഇഷ്ടാനിഷ്ടങ്ങൾ പോലും അല്ലാഹുവിന് വേണ്ടി അവരാക്കി തീർത്തു കഴിഞ്ഞു. അങ്ങനെ അവരായപ്പോൾ ഫവല്ലാഹ് ഇന്ന വുജൂഹഹും ലനൂർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുഖങ്ങൾക്ക് പ്രകാശം കൊടുക്കുകയാണ്. വഇന്നഹും അലാ നൂർ, അവർ പ്രകാശത്തിലാണ്. ലാ യഖാഫൂന ഇദാ ഖാഫന്നാസു വലാ യഹ്സനൂന ഇദാ ഹസിനന്നാസ്, മനുഷ്യർ പതറിപ്പോകുന്ന, അവർ പ്രയാസത്തിലായി പോകുന്ന, അവർ പേടിച്ച് വരണ്ടു പോകുന്ന നാളിൽ ജനങ്ങൾ
ജനങ്ങൾ മുഴുവൻ വിറച്ചു നിൽക്കുന്ന നാളിൽ ലാ യഖാഫൂൻ, അവർക്ക് ഭയമില്ല. ജനങ്ങൾ മുഴുവൻ ചകിതരായി പോകുന്ന നാളിൽ അവർ ചകിതരാവുകയില്ല. വലാ യഹ്സനൂന ഇദാ ഹസിനന്നാസ്, മനുഷ്യർ മുഴുവൻ ദുഃഖിച്ചു നിൽക്കുന്ന, പേടിച്ചു നിൽക്കുന്ന നാളിൽ അവർക്ക് ഭയമില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഓതിക്കൊടുക്കുകയാണ്, അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഭയമില്ല, അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് ഹുസ്നില്ല, ദുഃഖമില്ല, വേദനയില്ല. വളരെ കൃത്യമായി ഖുർആന്റെ ആയത്തിന്റെ ആശയം പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തൗഹീദ് എന്ന് പറഞ്ഞാൽ ഐഹിക ലോകത്ത് റബ്ബുമായി നമുക്കുണ്ടാകുന്ന ബന്ധമാണ്, കണക്ഷനാണ്. ആ കണക്ഷനിലൂടെ ലഭിക്കുന്നത് വിലായത്താണ്, അള്ളാഹുവിന്റെ മിത്രമാവുക എന്നുള്ളതാണ്, റബ്ബിന്റെ മഹബത്താണ്, അള്ളാഹുവിന്റെ ഇഷ്ടമാണ്, അള്ളാഹുവിന്റെ കരുതലാണ്, അള്ളാഹുവിന്റെ കാരുണ്യമാണ്, അള്ളാഹുവിന്റെ പ്രത്യേകമായ ഫളലാണ്. ആ തൗഹീദ് മനുഷ്യനെ ഉയർത്തുകയാണ്. പക്ഷേ പലപ്പോഴും ആളുകൾ ഇതിൽ നിന്ന് തെന്നിപ്പോവുകയാണ്, മാറിപ്പോവുകയാണ്, തൗഹീദ് വിട്ടുപോവുകയാണ്. അള്ളാഹു വലിയാകാൻ ആവശ്യപ്പെട്ടപ്പോ പലപ്പോഴും മനുഷ്യർ അള്ളാഹുവിനെ വിട്ട് വലിയകളെ പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് പോലും പോവുകയാണ്. നമ്മുടെ നാട്ടിലെ ഓരോ വാർത്തകളും ഓരോ ദിവസങ്ങളിൽ പുറത്തിറങ്ങുന്ന വാർത്തകളും പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഔലിയാക്കളെ സംബന്ധിച്ചാണ്, അവരെ കുറിച്ചാണ് പറയുന്നത്, അവരെ പിടിക്കാനാ പറയുന്നത്, അവരെ പിടിച്ചാൽ പേടിക്കണ്ട എന്നാണ് പറയുന്നത്. മാത്രമല്ല ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ ഈ വലിയുകളെന്ന് പറയപ്പെടുന്ന ആളുകളെ പിടിക്കാനാ പറയുന്നത്. വലിയാകുന്നതിനെ സംബന്ധിച്ച് ചർച്ചയില്ല, തൗഹീദ് വഴി അല്ലാഹുവിലേക്ക് അടുക്കുന്നതിനെ പറ്റി ചർച്ചയില്ല. നേരെ മറിച്ച് ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഈ പറയുന്ന വലിയുകളെ സ്വീകരിച്ചാൽ മതി. അവർക്ക് കറാമത്തുണ്ട്, അവരത്ഭുതം കാണിക്കുന്നവനാണ്. ആ ശൈഖിന് ഈ അത്ഭുതമുണ്ട്, ഈ ശൈഖിന് ഈ അത്ഭുതമുണ്ട്. ആ ശൈഖ് ചുട്ട കോഴിയെ പറപ്പിക്കുന്നയാളാണ്, ഈ ശൈഖ് വിമാനം പിടിച്ചു നിർത്തുന്നയാളാണ്, മറ്റേ ശൈഖ് ജയിലിൽ നിന്ന് ആളെ പുറത്തു കൊണ്ടുവരുന്ന ആ ശൈഖാണ്. ഈ രൂപത്തിൽ മനുഷ്യരിലേക്ക്, പടപ്പുകളിലേക്ക് ആളുകൾ ഓടിച്ചെല്ലുകയാണ്, അത്ഭുതങ്ങളുടെ പിന്നാലെ പോവുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഒരു മാജിക് കാണിച്ചാൽ ആളുകൾ അതിലേക്ക് ഓടിച്ചെല്ലുകയാണ്. നമുക്കറിയാം, ഇന്ന് യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് മനുഷ്യൻ തെറ്റിപ്പോകാൻ കാരണം, അല്ലെങ്കിൽ ഈ ചൂഷകന്മാരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ആളുകൾ തന്നെ പടച്ചവനുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകുന്ന കാര്യമാണത്. കാരണം ഇത്തരം തട്ടിപ്പ് വലിയുകൾ രംഗത്ത് വന്നു, അത്ഭുതങ്ങൾ കാണിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വരുന്ന ആളുകൾ രംഗത്ത് വന്നു, അവരുടെ പിന്നാലെ ആളുകൾ പോകാൻ തുടങ്ങി. അള്ളാഹുവിന്റെ ദീൻ ഒരിക്കലും ഒരത്ഭുതം കണ്ടതിന്റെ പിന്നാലെ പോകാൻ പറഞ്ഞില്ല. ആരത്ഭുതം കാണിച്ചാലും ആ അത്ഭുതം കാണിച്ചവന്റെ പിന്നാലെ പോയിക്കോ എന്ന് ദീൻ പറഞ്ഞില്ല. എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു അത്ഭുതം കണ്ടാൽ ആ അത്ഭുതത്തിന്റെ പിന്നാലെ പോകുന്നവനല്ല മുസ്ലിം ദീൻ. കാരണം നമുക്കറിയാം, ഏറ്റവും വലിയ അത്ഭുതം കാണിക്കുന്ന ആളാണ് ദജ്ജാൽ. ആ ദജ്ജാലിനെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുന്നത് ഫിത്നയായിക്കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് എപ്പോഴും അവൻ ദുആ ചെയ്യുന്നു, വമിൻ ഫിത്നതി മസീഹി ദജ്ജാൽ, അല്ലാഹുവേ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് നിന്നോട് ഞാൻ അഭയം ചോദിക്കുകയാണ്. കാരണം ദജ്ജാൽ ഈ രൂപത്തിൽ വലിയ വലിയ അത്ഭുതങ്ങൾ കാണിച്ചു വരുന്ന ആളാണ്. അത്ഭുതം കാണിച്ചു എന്നുള്ളത് കൊണ്ട് ഒരു മുസ്ലിമും ഒരു മുഅ്മിനും ദജ്ജാലിന്റെ പിന്നാലെ പോകില്ല. എന്ന് മാത്രമല്ല, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ പൊതുസമൂഹത്തിനിടയിൽ വന്നിട്ടുള്ള ഈ തെറ്റായ വിശ്വാസത്തെ ഗണ്ണിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറഞ്ഞു, അന്നല്ലദി ഇസ്തഖറ ഇൻദൽ ആമ്മ, പൊതുസമൂഹത്തിനിടയിൽ ഉറച്ചുപോയൊരു വിശ്വാസമുണ്ട്, പൊതുജനങ്ങൾ തെറ്റായി ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. അന്ന ഹർക്കൽ ആദതി യദുല്ലു അലാ അന്ന മൻ വഖഅലഹു ദാലിക മിൻ ഔലിയാ ഇല്ലാ, ഒരാൾ അത്ഭുതം കാണിച്ചാൽ അയാൾ ഇതാ വലിയാകുന്നു, ഒരാൾ അത്ഭുതം കാണിച്ചാൽ അദ്ദേഹം അള്ളാഹുവിന്റെ വലിയാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് പൊതുജനങ്ങൾക്കിടയിൽ, ആമ്മായ ജനങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള തെറ്റായ ഒരു വിശ്വാസമാണ്. അങ്ങനെ വാദിക്കുന്നത് ഗലത്താണ്, തെറ്റാണ്. അത്ഭുതം ആരിൽ നിന്നൊക്കെ വന്നാലും അതിന്റെ പിന്നാലെ പോകേണ്ടതില്ല. ജ്യോത്സ്യന്മാരുണ്ട്, മന്ത്രവാദികളുണ്ട്, മജീഷ്യന്മാരുണ്ട്. ഇത്തരം ആളുകളൊക്കെ അത്ഭുതങ്ങൾ, പലജാതി അത്ഭുതങ്ങൾ കാണിക്കും. ചിലപ്പോൾ ആനയെ അപ്രത്യക്ഷമാക്കി എന്ന് വരാം, അല്ലെങ്കിൽ വലിയ വടവൃക്ഷത്തെ ഇല്ലാതാക്കി എന്ന് വരാം. ഇങ്ങനെ പലവിധ അത്ഭുതങ്ങളും. ജ്യോത്സ്യന്മാര്, മാന്ത്രികന്മാര്
അവരെല്ലാവരും അത്ഭുതം കാണിക്കാറുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും അത്ഭുതം കാണിക്കുമ്പോൾ അതിന്റെ പിന്നാലെ പോകണ്ട. അന്തരീക്ഷത്തിൽ നിന്ന് HMT വാച്ചെടുത്ത സായിബാബ നമുക്കിടയിൽ ജീവിച്ച ആളാണ്. അതുപോലെ തന്നെ സ്വർണ്ണമാല എടുത്ത് അന്തരീക്ഷത്തിൽ നിന്ന് കൊടുത്ത സായിബാബ നമുക്കിടയിൽ ജീവിച്ച ആളാണ്. ഇതുപോലെ എത്രയെത്രയോ തട്ടിപ്പുകാർ, എത്രയെത്രയോ ഈ അത്ഭുതം കാട്ടി നടക്കുന്ന ആളുകൾ. അതുകൊണ്ടൊന്നും അള്ളാഹുവിന്റെ വലിയാവുകയില്ലവർ. അതുകൊണ്ട് തന്നെ വലിയ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കറാമത്തായി വരുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അമ്പിയാക്കളുടെ മുഅ്ജിസത്തായി വരുന്ന സംഗതികൾ, ആ സംഗതികളെയും ഈ അത്ഭുതങ്ങളെയും വേർതിരിക്കേണ്ടതുണ്ട്. فإن كان متمسكا بالأوامر الشرعية والنواهي كان ذلك علامة ولايته ومن لا فلا. അതുകൊണ്ട് അത്ഭുതം കാണിക്കുന്നവൻ കാണിച്ചു കൊള്ളട്ടെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരാളെ വലിയാണോ അല്ലേ എന്നൊന്നും മനസ്സിലാക്കാൻ നിൽക്കണ്ട. നേരെ മറിച്ച് അത്ഭുതം സംഭവിച്ചാലും അത്ഭുതം സംഭവിച്ചില്ലെങ്കിലും ഒരാളുടെ വലിയ വിലായത്ത് മനസ്സിലാക്കേണ്ടത് അവനിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന പാലിക്കുന്ന സ്വഭാവമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ്. ദീനിന്റെ കൽപ്പനകളെ പിൻപറ്റുന്ന, അതിനെ അവലംബിക്കുന്ന ആളാണ്. വന്നവാഹി, അള്ള വിരോധിച്ച കാര്യങ്ങളെ ഒഴിവാക്കുന്ന ഒരാളാണ് എങ്കിൽ കാനദാലിക അലാമത വിലായത്തിഹി, അതാണ് ആ ഒരു മനുഷ്യന്റെ വിലായത്തിന്റെ അടയാളം. അത്ഭുതം കാണിക്കലല്ല ദീൻ ഉൾക്കൊള്ളലാണ്. അത്ഭുതം കാണിക്കലല്ല പ്രവാചകനെ ഇത്തിബാ ചെയ്യലാണ്. അത്ഭുതം കാണിക്കലല്ല അള്ളാഹുവിന്റെ ദീൻ അഥവാ ശരീഅത്തിനെ പൂർണ്ണമായി ഉൾക്കൊള്ളലാണ്. അത്ഭുതം കാണിക്കലല്ല വിലായത്തിന്റെ അടയാളം. അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കലാണ്. അതുകൊണ്ടാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല പറഞ്ഞത്, മഹാനായ ഇബ്നു കസീർ റഹിമഹുല്ല എടുത്തുദ്ധരിച്ചത്, മഹാനായ ഷാഫി ഇമാം ജീവിച്ച കാലഘട്ടത്തിൽ മൂസബിനു അബ്ദുൽ അഅല സ്വദഫി എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹം ഒരിക്കൽ ഷാഫി ഇമാമിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, അതേ ഇന്ന സ്വാഹിബനൽ ലൈസ കാന യഖൂൽ, എന്റെ സ്വാഹിബായ എന്റെ കൂട്ടുകാരനായ ഇമാം ലൈസ് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ ഫലാ തഗ്തറൂ ബിഹി ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്നah. ഇമാം ലൈസ് പറയുന്നത്, ഇദാ റഅയ്തുമുർ റജുല, ഒരാളെ നീ കണ്ടാൽ യംശി അലൽ മാഇ, അയാൾ വെള്ളത്തിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന ഒരാളാണ് എന്ന നിലയിൽ നീ കണ്ടാൽ പോലും ഫലാ തഗ്തറൂ ബിഹി, കടലിന്റെ മുകളിലൂടെ നടന്നു പോകുന്ന ആ മനുഷ്യനെ കണ്ട് നീ തെറ്റിദ്ധരിക്കേണ്ട അദ്ദേഹം വലിയാണെന്ന്. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്നah. നേരെ മറിച്ച് ഒരു മനുഷ്യൻ വലിയാണോ എന്ന് അറിയുന്നത് അയാൾ കിതാബും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ആളാണോ എന്ന് നോക്കിയിട്ടാണ്. അയാൾ ഖുർആനും സുന്നത്തും അവലംബിക്കുന്ന ആളാണോ എന്ന് നോക്കിയിട്ടാണ്. ഇത് ശരിയാണോ എന്ന് മഹാനായ മൂസബിനു അബ്ദുൽ അഅല സ്വദഫി റഹിമഹുല്ലാ ഇമാം ഷാഫിയോട് ചോദിച്ച നേരത്ത് ഇമാം ഷാഫി റഹിമഹുല്ല പറഞ്ഞ മറുപടി, ഖസ്സറൽ ലൈസ് റഹിമഹുല്ലാ, ഇമാം ലൈസ് പറഞ്ഞത് കുറഞ്ഞുപോയി. അത്രമാത്രം പറഞ്ഞാൽ പോരാ, നേരെ മറിച്ച് ബൽ ഇദാ റഅയ്തുമുർ റജുല യംശി അലൽ മാഇ വയതീറു ഫിൽ ഹവാ, വെള്ളത്തിലൂടെ ഒരാൾ നടന്നു പോകുന്നു, ആ കടലിലൂടെ നടന്നു പോകുന്ന ഒരാൾ കുറച്ചു കഴിഞ്ഞപ്പോ മുസല്ലയിട്ട് പറന്നു പോകുന്നു, ആ മനുഷ്യരിതാ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നു. ഇങ്ങനെ വെള്ളത്തിലൂടെ നടന്നു വന്ന ആള് അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്നത് കണ്ടാലും ഫലാ തഗ്തറൂ ബിഹി, ആ മനുഷ്യന്റെ കാര്യത്തിൽ നീ വഞ്ചിതനാകരുത്. ഹത്താ തഅരിദു അംറഹു അലൽ കിതാബി വസ്സുന്നah, ആ മനുഷ്യന്റെ ജീവിതം, ആ ജീവിതം ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചാണോ എന്ന് നോക്കിയിട്ടല്ലാതെ. അപ്പൊ വിലായത്ത് എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാകുന്നത് അത്ഭുതം കാണിക്കുമ്പോഴല്ല, നേരെ മറിച്ച് അള്ളാഹുവിന്റെ അഹ്കാമുകളെ പാലിക്കുന്ന ആളാണോ, ദീനിന്റെ ശരീഅത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന ആളാണോ, അള്ളാഹുവിന്റെ റസൂലിനെ ഇത്തിബാ ചെയ്യുന്ന ആളാണോ, അള്ളാഹ് വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന ആളാണോ എന്ന് പരിശോധിച്ചുകൊണ്ട് മാത്രമാണ് എന്ന് ദീൻ പഠിപ്പിക്കുമ്പോ ആളുകൾ ഇന്ന് തെറ്റിദ്ധരിച്ചു പോയി. ഇന്നൊരുപാട് ജാറങ്ങളായി, മക്ബറകളായി, ദർഗകളായി, അതുപോലെ തന്നെ തരീഖത്തുകാരായി, പലവിധ വിശ്വാസങ്ങളായി, ആ വിശ്വാസങ്ങളൊക്കെ കൊണ്ടു നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിച്ചത്, അവർ ആലോചിക്കുന്നത് അത്ഭുതം കാട്ടുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അള്ളാഹുവിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് ഉയരുക എന്നുള്ളതാണ്. അതാണ് ഈ അടുത്ത കാലഘട്ടത്തിൽ ഏതാണ്ട് നമ്മുടെ നാട്ടിലെ സമസ്തക്കാരും തരീഖത്തുകാരും ഒക്കെ ഇങ്ങനെ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പ്രത്യേകം ഉദാഹരണം പറയേണ്ടതില്ലല്ലോ. നിരന്തരമായി
സോഷ്യൽ മീഡിയകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഔലിയാക്കളെ സംബന്ധിച്ച് തെറ്റായി മനസ്സിലാക്കുന്നു, ഔലിയാക്കളെ സംബന്ധിച്ച് ഇല്ലാത്തത് പറഞ്ഞു പരത്തുന്നു. കാരണം അങ്ങനെ ആയാലേ ഔലിയ ആകൂന്ന് വിശ്വസിക്കുന്നു, ഒരിക്കലുമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന് വഴിപ്പെടലാണ്. എന്നാൽ അതിന് എതിരായിക്കൊണ്ട് മുഹീദ്ദീൻ ശൈഖിനെ പോലെ, റിഫായി ശൈഖിനെ പോലെ ഉള്ള ആളുകളെയാണ് ഒരു കാലഘട്ടത്തിൽ എടുത്തുയർത്തിയിരുന്നത് എങ്കിൽ ഇന്ന് അത് മാറിയിട്ട് നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ ജീവിച്ച ഔലിയാക്കൾ വരികയാണ്. ബീരാൻ ഔലിയാപ്പാപ്പ വരികയാണ്, CM മടവൂര് വരികയാണ്. അങ്ങനെയുള്ള കുറേ ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവരോട് ഇസ്തിഗാഥ ചെയ്യുകയാണ്, അവരോട് തേടുകയാണ്, അവരോട് പ്രാർത്ഥിക്കുകയാണ്, അവർക്ക് നേർച്ച നേരുകയാണ്, എന്നിട്ട് അവരെ ഇങ്ങനെ മഹത്വപ്പെടുത്തുകയാണ്. എന്നാൽ മനസ്സിലാക്കണം, ആ രൂപത്തിൽ ഒരു വിലായത്തോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വലിയോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തി നമുക്ക് തന്നിട്ടില്ല. നേരെ മറിച്ച് ഒരു വലിയ എന്ന് പറഞ്ഞാൽ അത് റബ്ബിനെ അറിഞ്ഞ് അവനിലേക്ക് അടുക്കുന്നവനാണ്. അതുകൊണ്ട് വലിയനെ പിൻപറ്റുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ അതേ രൂപത്തിൽ ആ വലിയ ജീവിച്ചതുപോലെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വഴി തേടുന്നവരാണ്. നേരെ മറിച്ച് നമുക്കറിയാം, പിൽക്കാലഘട്ടത്തിൽ അബദ്ധവിശ്വാസം കടന്നു വന്നു, ശിർക്ക് കടന്നു വന്നു, തൗഹീദിനെതിരാകുന്ന നിലപാടുകൾ കടന്നു വന്നു. ആ തൗഹീദിനെതിരാകുന്ന ശിർക്ക് അഥവാ അള്ളാഹു ഏറ്റവും വെറുക്കുന്ന പാപം, അള്ളാഹുവിന് ഒരിക്കലും തൃപ്തിയില്ലാത്ത പാപം, അള്ളാഹു ഒരിക്കലും പുറത്തു തരാത്ത പാപം, ഒരു മനുഷ്യ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ മാരകമായ പാപം. ഖുർആൻ പറഞ്ഞില്ലേ, ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരു മനുഷ്യായുസ്സിൽ ഒരുത്തൻ ചെയ്യുന്ന ഏറ്റവും വലിയ അതിക്രമം ശിർക്കാണ്. ആ ശിർക്കിലേക്ക് മനുഷ്യർ പോയത് എങ്ങനെയാണ്? വിഗ്രഹാരാധനയിലേക്ക് മനുഷ്യർ പോയത് എങ്ങനെയാണ്? അതുപോലെ തന്നെ ഗോളങ്ങളെ ആരാധിക്കുന്നതിലേക്ക് മനുഷ്യർ പോയത് എങ്ങനെയാണ്? പണ്ഡിതന്മാർ തന്നെ, റാസിമാം തന്നെ വിശദീകരിക്കുന്നത് കാണാം. അഖൂലു യഹ്തമിലു അയ്യകൂനൽ മുറാദ് അന്നഅബദത്തുൽ ഔസാൻ കാനു യഖൂലൂന. വിഗ്രഹാരാധകരായ ആളുകള് അവര് വാദിച്ചു, അവര് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇന്ന ഇലാഹൽ ആലം അജല്ലു വ അഅ്ദമു. ഏറ്റവും ഉന്നതനായത്, ഏറ്റവും ഉന്നതമായത് ഇലാഹുൽ ആലമാണ്. ഈ മഹാപ്രപഞ്ചത്തെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സാക്ഷാൽ ഇലാഹായ അല്ലാഹുവാണ് ഏറ്റവും അജല്ലായ അഥവാ ജല്ല ജലാലായ ഏറ്റവും ഉന്നതനായവൻ അള്ളയാണെന്ന് അവർ പറഞ്ഞു. മിൻ അയ്യഅ്ബുദഹുൽ വാഹിദു മിന്നാ. ഞങ്ങൾ അള്ളാഹുവിന് പുറമെ ആരെ വിളിച്ചാലും, ഇബ്രാഹീമിനെ വിളിച്ചാലും, ഇസ്മായിലിനെ വിളിച്ചാലും, ലാത്തയെ വിളിച്ചാലും, ഉസ്സയെ വിളിച്ചാലും, മനാത്തെ വിളിച്ചാലും, ഏത് കല്ലിനെ വിളിച്ചാലും, മരത്തെ വിളിച്ചാലും, ജിന്നിനെ വിളിച്ചാലും, മലക്കരെ വിളിച്ചാലും, ഏത് ശക്തികളെ വിളിച്ചാലും അതിന്റെ എല്ലാം മികച്ചത്, അതിനേക്കാൾ മേലെയായത് ഇന്ന ഇലാഹൽ ആലം അജൽ വ അഅ്ലം. അതേ ആലമിന്റെ ഇലാഹായ അല്ലാഹുവാണ് ഏറ്റവും ഉന്നതനായ അല്ലാഹ്, ഏറ്റവും ഉന്നതനായവൻ, അതുപോലെ തന്നെ ഏറ്റവും പ്രതാപി എന്നവർ പറഞ്ഞു. എന്നിട്ട് അവർ പറഞ്ഞു, ബൽ നഹ്നു നഅ്ബുദുൽ കവാകിബ ഔ നഅ്ബുദു ഹാദിഹിൽ അസ്നാമ. അതേ ഞങ്ങൾ അത് അംഗീകരിച്ചുകൊണ്ട് തന്നെ, അഥവാ ഈ മഹാപ്രപഞ്ചത്തിന്റെ ഇലാഹായ സാക്ഷാൽ ഇലാഹാണ്, ഏറ്റവും വലിയ ഇലാഹ് എന്ന് അംഗീകരിച്ചുകൊണ്ട് തന്നെ, അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നക്ഷത്രങ്ങളെ ഞങ്ങൾ ആരാധിക്കുന്നത്, വിഗ്രഹങ്ങളെ ഞങ്ങൾ പൂജിക്കുന്നത് എന്തുകൊണ്ടെന്നറിയുമോ? അതേ ഇന്നൽ കവാകിബ വൽ അസ്നാമ അബീദുൽ ഇലാഹിൽ അക്ബറിൽ അഅ്ളമി. ഞങ്ങൾ മനസ്സിലാക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്ന ഈ നക്ഷത്രങ്ങളോ, ഞങ്ങൾ ആരാധിക്കുന്ന വിഗ്രഹങ്ങളോ, ഞങ്ങൾ ആരാധിക്കുന്ന ജിന്നുകളോ, ഞങ്ങൾ ആരാധിക്കുന്ന മലക്കുകളോ, ഞങ്ങൾ ആരാധിക്കുന്ന മരിച്ചുമൺമറഞ്ഞുപോയ ആളുകളോ ഒരിക്കലും അവർ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഇലാഹല്ല. നേരെ മറിച്ച് ആ യഥാർത്ഥ ഇലാഹിന് പുറമെയുള്ള ശക്തികൾ മുഴുവനും അബീദുൽ ഇലാഹിൽ അക്ബറിൽ അഅ്ളമി, ഉന്നതനായ അക്ബറായ അല്ലാഹുവിന്റെ അടിമകൾ മാത്രമാണ്. ജിന്നും മലക്കും കല്ലും മരവും സൂര്യനും ചന്ദ്രനും സർവ്വതും അബീദുൽ ഇലാഹിൽ അക്ബറിൽ അഅ്ളമി, ഉന്നതനായ അക്ബറായ അല്ലാഹുവിന്റെ ദാസന്മാര് മാത്രമാണ്, അടിമകൾ മാത്രമാണ്. ഈ രൂപത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടാണ് ഞങ്ങൾ മലക്കിനെയും ഞങ്ങൾ ജിന്നുകളെയും ഞങ്ങൾ മരങ്ങളെയും ഒക്കെ വിളിച്ചു തേടുന്നത് എന്ന് അതിനവർ പറയുന്നു. അതിന് തെളിവ് എന്താന്ന് ചോദിച്ചാൽ ആയത്തല്ല, അതിന് തെളിവ് ഹദീസല്ല, അതിന് ദലീലായി കൊണ്ടുവരാനുള്ളത് വേദഗ്രന്ഥങ്ങളല്ല. വദ്ദലീലു അലൈഹിൽ ഉർഫു, അതിന് ഞങ്ങൾക്കുള്ള തെളിവ് നാട്ടുനടപ്പാണ്. നാട്ടിൽ സാധാരണ കണ്ടിട്ടില്ലേ, ഫഇന്ന അസാഗിറന്നാസ് യഖ്ദിമൂന അകാബിറ ഹദറത്തിൽ മലികി. സാധാരണ ഈ പാവപ്പെട്ട സാധാരണക്കാര് അവര് ഖിദ്മത്ത് ചെയ്യും ആരെ?
അതേ രാജാവിന്റെ ഹദറത്തിൽ സ്ഥാനമുള്ള ആളുകളെ, മന്ത്രിമാരെ, ലോക്കൽ സെക്രട്ടറിമാരെയൊക്കെ നാടന്മാരായ സാധാരണക്കാരായ ആളുകൾ ഖിദ്മത്ത് ചെയ്യുന്നത് കണ്ടില്ലയോ? ആ ആളുകൾ അഥവാ ഈ സാധാരണക്കാർ ഖിദ്മത്ത് ചെയ്യുന്ന ലോക്കൽ സെക്രട്ടറിയോ അല്ലെങ്കിൽ മന്ത്രിമാരോ അവരൊക്കെ രാജാവിന് ഖിദ്മത്ത് ചെയ്യുന്ന രാജാവുമായി ബന്ധമുള്ള ആളുകളാണ്. ഇത് നാട്ടു നടപ്പല്ലേ? ഇതൊരു നാട്ടു സമ്പ്രദായമല്ലേ? ഇത് തന്നെയാണ് ഞങ്ങൾക്ക് തെളിവ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ തെളിവ് കൊണ്ടുവരാൻ, ഈ രൂപത്തിൽ ഞങ്ങൾ അല്ലാത്തവരോട് തേടാൻ കാരണമായത് ഈ ഒരു നാട്ടു നടപ്പാണ് എന്ന് ആളുകൾ വാദിക്കുന്നു. ശിർക്ക് ചെയ്യുന്ന ആളുകൾ പറയുന്നു, അള്ളാഹുവിന് കൂറുകാരെ ഉണ്ടാക്കുന്നവർ പറയുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ആയത്തിറക്കിക്കൊണ്ട് പറഞ്ഞത്, ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ ഇന്നല്ലാഹ യഅലമു വ അൻതും ലാ തഅലമൂൻ. ഒരിക്കലും അള്ളാഹുവിന് നിങ്ങൾ ഉപമ പറയരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ നാട്ടിൽ രാജാവിനെ പോലെയാണെന്ന് പറയരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ട്രാൻസ്ഫോമർ പോലെയാണെന്ന് പറയരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളെ പോലെയാണെന്ന് പറയരുത്. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, അള്ളാഹുവിന് നിങ്ങൾ ഉപമ പറയല്ലേ. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ അല്ലതീ ദകർതുമൂഹാ, നിങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ രാജാവിന് ഹിദ്മത്ത് ചെയ്യുന്നവർ, രാജാവുമായി ബന്ധം സ്ഥാപിച്ചവർ, ആ രാജാവിന്റെ അടുത്താളുകളെ സാധാരണക്കാരിതാ ബന്ധപ്പെടുന്നു എന്നതുപോലെയുള്ള ഉപമകൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ നിങ്ങൾ പറയരുത്. വകൂനൂ മുഖ്ലിസീന ഫീ ഇബാദത്തിൽ ഇലാഹിൽ ഹകീമിൽ ഖദീർ, ഏകനായ ഖദീറായ ഹകീമായ ഇലാഹ്, ആ അള്ളാഹുവിലേക്ക് മാത്രം മുഖ്ലിസായി, ആ റബ്ബിലേക്ക് മാത്രം കൽബ് തിരിച്ചുകൊണ്ട് ആ റബ്ബിനോട് മാത്രം ദുആ ചെയ്യുന്നവരായി, ആ റബ്ബിനെ മാത്രം അവലംബിക്കുന്നവരായി നിങ്ങൾ മാറണേ എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതിക്കൊണ്ട് പഠിപ്പിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കണം, ശിർക്ക് സമൂഹത്തിലേക്ക് കടന്നു വരാൻ കാരണം, ശിർക്കിലേക്ക് ആളുകൾ വീണുപോകാൻ കാരണമായത് ഈ രൂപത്തിൽ അബദ്ധവിശ്വാസങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ആളുകളെ കൽബിലേക്ക് ഇട്ടുകൊടുത്തു പുരോഹിതന്മാർ. നിങ്ങൾ പാപികളാണ്, ദോഷികളാണ്, അതുകൊണ്ട് റബ്ബിലേക്ക് അടുക്കാൻ നിങ്ങൾക്ക് മറ്റു വഴികളൊന്നുമില്ല. നിങ്ങൾ ഈ രൂപത്തിൽ ഏതെങ്കിലും അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളെ പിടിച്ചാൽ മതി, അതുവഴി കയറാം. ഈ ഒരു തെറ്റായ വിശ്വാസം ആളുകൾക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് ആളുകൾ അള്ളാഹുവിനെ മാത്രം സമർപ്പിക്കേണ്ട ഇബാദത്തുകൾ സൃഷ്ടികൾക്ക് വെച്ചുകൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കി. അങ്ങനെയാണ് ഈ രൂപത്തിലുള്ള അബദ്ധവിശ്വാസങ്ങൾ കടന്നു വന്നത്. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത്തരം അബദ്ധവിശ്വാസങ്ങൾ കടന്നു വന്നപ്പോ യഥാർത്ഥ ഇലാഹിനെ തന്നെയും എതിർക്കുന്ന, ആ ഇലാഹ് തന്നെയും ഇല്ലെന്ന് പറയുന്ന നിരീശ്വരവാദികൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമായി. ദൈവമില്ലെന്ന് പറയുന്നവർ, സൃഷ്ടാവില്ലെന്ന് പറയുന്നവർ, അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്നവർ, അവർക്ക് കടന്നു വരാൻ വഴി എളുപ്പമായി. നമ്മുടെ നാട്ടിലെ എക്സ് മുസ്ലിങ്ങളെ പോലെ, അതുപോലെ തന്നെ യുക്തിവാദികളെ പോലെ ഉള്ള ശക്തികൾ അവർ രംഗത്ത് വന്നിട്ട് ഇത്തരം കുഫറിന്റെ ആളുകളും ശിർക്കിന്റെ ആളുകളും നടത്തുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളെ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഇതാണ് ദാ കണ്ടില്ലേ തട്ടിപ്പ്, അത് വെട്ടിപ്പല്ലയോ, ഇത് തന്ത്രമല്ലയോ, ഇത് കുതന്ത്രമല്ലയോ. അങ്ങനെ പടച്ചവനെ തന്നെ നിഷേധിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയാണ്. എന്നാൽ അത്തരം എല്ലാ അബദ്ധവിശ്വാസങ്ങളിൽ നിന്നും അള്ളാഹുവിന്റെ ഖുർആൻ മനുഷ്യരെ രക്ഷിക്കുകയാണ്. നേരെ മറിച്ച് റബ്ബുൽ ആലമീനെ സംബന്ധിച്ചുള്ള പറയുമ്പോൾ, തൗഹീദ് അല്ലാഹ് പഠിപ്പിക്കുമ്പോൾ വളരെ ശാസ്ത്രീയമായത് റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തന്നു. ഏതൊരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന രൂപത്തിൽ, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ വളരെ കൃത്യമായി അള്ളാഹു തൗഹീദ് നമുക്ക് പഠിപ്പിച്ചു തന്നു. ആ തൗഹീദിന്റെ കാമ്പ് നമുക്ക് പറഞ്ഞു തന്നു. നമുക്കതിലേക്കുള്ള ഒരുപാട് ചിന്തകൾ റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ടു തന്നു. ഒരു മുവഹിദായി തീരാനുള്ള എല്ലാ കാര്യങ്ങളും കാര്യകാരണ സഹിതം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചു തന്നു. ഒരു തൗഹീദുള്ള മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണമായി ആത്മാർത്ഥമായി, ഇഖ്ലാസോടെ അള്ളാഹുവിനെ കാണാനും അള്ളാഹുവിനെ ഉൾക്കൊള്ളാനുമുള്ള സംവിധാനത്തിൽ അള്ളാഹു നമുക്കത് പറഞ്ഞു തന്നു. ഒരാൾക്കും ഒരു യുക്തിവാദിക്കും നിഷേധിക്കാൻ കഴിയില്ല പടച്ചവനെ, ഇലാഹിനെ, അള്ളാഹുവിനെ. ഒരു നിരീശ്വരവാദിക്കും, ഒരു യുക്തിവാദിക്കും, ഒരു എക്സ് മുസ്ലിമിനും ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത രൂപത്തിൽ അള്ളാഹു ശാസ്ത്രീയമായി തന്നെ അത് പറഞ്ഞു തന്നു. റബ്ബിനെ നിഷേധിക്കാൻ കഴിയില്ല. ഏത് ശാസ്ത്രം പറഞ്ഞാലും, ഏത് സയൻസ് പറഞ്ഞാലും, എന്തു പേര് പറഞ്ഞാലും മനുഷ്യബുദ്ധി പൂർണ്ണമായും സമ്മതിക്കുന്ന രൂപത്തിൽ അള്ളാഹു അത് പഠിപ്പിച്ചു. നേരെ മറിച്ച് കുഫറിന്റെ, ശിർക്കിന്റെ, ഖുറാഫാത്തിന്റെ ആളുകൾ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ചൂണ്ടിയിട്ട് ഇത് തട്ടിപ്പാണ്, വെട്ടിപ്പാണെന്ന് പറയാം. പക്ഷേ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച യഥാർത്ഥമായ തൗഹീദിനെ നിഷേധിക്കാൻ ഒരു യുക്തിവാദിക്കും നിരീശ്വരവാദിക്കും
അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം കൊടുക്കാതെയാണ് കാര്യം പറഞ്ഞത്. ഖുർആൻ പറഞ്ഞു വസ്സമാഅ ബനൈനാഹാ ബിഅയ്ദ് വഇന്നാ ലമൂസിഊൻ വൽഅർള ഫറസ്നാഹാ ഫനിഅമൽ മാഹിദൂൻ വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലകും തദക്കറൂൻ ഫഫിറൂ ഇലല്ലാഹ് ഇന്നി ലക്കും മിൻഹു നദീറും മുബീൻ. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് റബ്ബുൽ ആലമീനായ അല്ലാഹുവിലേക്ക് ജനങ്ങളെ വിളിക്കാൻ വേണ്ടി കടന്നു വന്ന ദാഇയൻ ഇലല്ലാഹ് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച സിറാജം മുനീറാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പേരിട്ട് വിളിച്ച ഹബീബുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് ഓതിക്കൊടുക്കുകയാണ്, വിളിക്കുകയാണ്. ഫഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി വരൂ, അല്ലാഹുവിലേക്ക് നിങ്ങൾ ഓടി വരൂ എന്ന് റബ്ബിലേക്ക് വിളിക്കുമ്പോൾ ആരാണ് അല്ലാഹു, ആരാണ് ആ റബ്ബ് എന്ന് വളരെ കൃത്യമായി പറഞ്ഞു. വസ്സമാഅ ബനൈനാഹാ ബിഅയ്ദിൻ വഇന്നാ ലമൂസിഊൻ, നാം ആകാശത്തെ നമ്മുടെ കരങ്ങൾ കൊണ്ട് പടച്ചതാണ്, ആകാശത്തെ പടച്ചവനല്ലയാണ്. വഇന്നാ ലമൂസിഊൻ, നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, ആ ആകാശത്തെ നാം വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വിശാല വിസ്തൃതമായ ആകാശത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, അത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. വൽ അർള ഫറസ്നാഹാ ഫനിഅമൽ മാഹിദൂൻ, വൽ അർള ഫറസ്നാഹാ ഫനിഅമൽ മാഹിദൂൻ, ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിരിപ്പ് പോലെ വിരിച്ചിട്ട് തന്നു. ഫനിഅമൽ മാഹിദൂൻ, ആ തൊട്ടിൽ, ഭൂമിയാകുന്ന തൊട്ടിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ റബ്ബ് സുബ്ഹാനഹു വ തആല എത്ര നല്ലവനാണ്. ഈ ഒറ്റ വചനം, ആ വചനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ തന്നെ മതി ഏതൊരു മനുഷ്യനും, അവൻ എത്ര വലിയ സയന്റിസ്റ്റ് ആവട്ടെ, അള്ളാഹുവിനെ ഉൾക്കൊള്ളാൻ. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 14 മുമ്പ് ലോകത്ത് കടന്നുപോയ പ്രവാചകനാണ്. ഈ പറയുന്ന ശാസ്ത്ര പുരോഗതികളൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ലോകത്ത് കടന്നുപോയ മനുഷ്യനാണ്. ആ പ്രവാചകൻ അള്ളാഹുവിനെ പരിചയപ്പെടുത്തി ഓതിക്കൊടുക്കുകയാണ്. എന്ത്? വിശാലമായ ആകാശലോകം, വഇന്നാ ലമൂസിഊൻ, അത് വികസിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. നാം അതിനെ വികസിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് ഖുർആൻ പറഞ്ഞു. 1948 വരെ സയൻസ് പഠിക്കാൻ സ്കൂളിൽ പോയ മനുഷ്യർ സയൻസ് പാഠപുസ്തകം തുറന്നു വെച്ചുകൊണ്ട് കോസ്മോളജി പഠിച്ചപ്പോ, ഈ മഹാപ്രപഞ്ചത്തെ പറ്റി പഠിച്ചപ്പോ അവര് പഠിച്ചത്, മഹാപ്രപഞ്ചത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞത് സ്റ്റഡി സ്റ്റേറ്റ് തിയറി പ്രകാരമാണ്. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചം അത് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഈ മഹാപ്രപഞ്ചം, യൂണിവേഴ്സ് ഹാസ് നോ ബിഗിനിങ് ഓർ എൻഡിങ് ടൈം, ഈ ദുനിയാവിന് അല്ലെങ്കിൽ ഈ ലോകത്തിന് തുടക്കമില്ല, ഒടുക്കമില്ല. ഇതിങ്ങനെ സ്റ്റേബിളായി ഇതേ രൂപത്തിൽ തന്നെ നൂറ്റാണ്ടുകളായി പോയിക്കൊണ്ടിരുന്നതാണ് എന്ന് 1948 വരെ, അഥവാ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച 1 കൊല്ലം കഴിഞ്ഞപ്പോഴും നമ്മുടെ സ്കൂളുകളിൽ, കലാലയങ്ങളിൽ പഠിപ്പിക്കപ്പെട്ട പാഠപുസ്തകങ്ങളിൽ, സയൻസ് ബുക്സുകളിൽ പറഞ്ഞു പഠിപ്പിച്ച വാചകമാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി, അഥവാ ഈ മഹാപ്രപഞ്ചത്തിന് തുടക്കവുമില്ല ഒടുക്കവുമില്ല എന്ന തിയറി. എന്നാലോ കാലം മുന്നോട്ട് പോയി, ഇന്ന് ആ തിയറി മാറി. ആ തിയറി മാറിയെന്ന് മാത്രമല്ല, ഈ പ്രപഞ്ചം ഒരു മഹാവിസ്ഫോടനത്തിലൂടെയാണ് തുടങ്ങിയത് എന്ന വാദമുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാമത് ബിഗ് ബാങ് തിയറി എന്ന പേരിൽ അതിവിടെ അവതരിപ്പിക്കപ്പെട്ടു. മാത്രമല്ല അതെന്താണ് എന്ന് വിശദീകരിച്ചു. ആ ബിഗ് ബാങ് എന്ന് പറഞ്ഞാൽ ദ ബർത്ത് ഓഫ് ദ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിന്റെ, മഹാപ്രപഞ്ചത്തിന്റെ പ്രസവമായിരുന്നുവത്, ജന്മമായിരുന്നുവത് എന്ന് സമ്മതിക്കപ്പെട്ടു. സ്വാഭാവികമായി 1948 വരെ പഠിപ്പിക്കപ്പെട്ട ആശയം, അഥവാ ഈ മഹാപ്രപഞ്ചത്തിന് തുടക്കമില്ല ഒടുക്കവുമില്ല എന്ന അബദ്ധവിശ്വാസം, ആ സയൻസ് യഥാർത്ഥത്തിൽ അത് ഫ്യൂഡോ സയൻസ് ആണ് എന്നുള്ളത്, അത് അബദ്ധവിശ്വാസമാണ് എന്നുള്ളത് പിന്നെ പ്രഖ്യാപിക്കപ്പെട്ടു. പറഞ്ഞു ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്ന്. ഈ പ്രപഞ്ചം തുടങ്ങിയത്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ബർത്ത്, അതിന്റെ ജന്മം സാധ്യമായത് യഥാർത്ഥത്തിൽ ഈ ബിഗ് ബാങ്കിലൂടെയാണ് എന്ന് ലോകത്ത് സയൻസ് വിളിച്ചു പറയാൻ തുടങ്ങി. സ്വാഭാവികമായും അതിനോടനുബന്ധിച്ചുകൊണ്ട് ചോദ്യമുണ്ടായി, എങ്കിൽ ആ പ്രസവത്തിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡ്, ഈ മഹാപ്രപഞ്ചത്തിന്റെ ജന്മത്തിന്, ഈ മഹാപ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് തൊട്ട് മുമ്പുള്ള സെക്കൻഡ് എന്ന് പറയാൻ പറ്റുമോ?
ആ മഹാപ്രപഞ്ചത്തിന്റെ തൊട്ടുമുമ്പുള്ള മണിക്കൂർ എന്ന് പറയാൻ പറ്റുമോ? ആ മഹാപ്രപഞ്ചത്തിന്റെ തുടക്കത്തിന് തൊട്ടുമുമ്പുള്ള ദിവസം എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ യൂണിവേഴ്സലിന്റെ തുടക്കം, അതിന് തുടക്കത്തിന് മുമ്പ് ഒരു സെക്കൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മിനിറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു മണിക്കൂർ എന്ന് പറയാൻ കഴിയില്ല. കാരണം ആ സമയത്ത് ഒരിക്കലും സമയമില്ല, നോ ടൈം. ഒരിക്കലും പിന്നെ അതിനു മുമ്പ് സമയമില്ല. മാത്രമല്ല സ്പേസ് ഇല്ല, കാലമില്ല, അതുപോലെ തന്നെ സ്ഥലമില്ല. സ്ഥലകാലാതീതമായിരുന്നു. സ്ഥലമോ കാലമോ ഇല്ല. ആ സമയത്തിന്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന് തൊട്ടു മുമ്പുള്ള സമയത്തിന് സയൻസ് പേരിട്ടത് ഇനീഷ്യൽ സിംഗുലാരിറ്റി എന്നാണ്. കാര്യം വേറൊരു വാക്കുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാൻ കഴിയുന്നില്ല. ഒരു ഇനീഷ്യൽ സിംഗുലാരിറ്റിയിൽ ഈ ഭൂമിക്ക്, ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ടായി എന്ന് സയൻസ് പറഞ്ഞു. അതിനു മുമ്പ് സമയമില്ലെന്ന് പറഞ്ഞു, സ്പേസ് ഇല്ലെന്ന് പറഞ്ഞു. മാത്രമല്ല ആ സമയത്തിൽ, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള അവസ്ഥക്ക് പ്ലാങ്ക് എപ്പോസ് എന്നും അതുപോലെ തന്നെ പ്ലാങ്കറ എന്നും പേരിട്ടുകൊണ്ട് വിശേഷിപ്പിച്ചു സയൻസ്. കാരണം സ്ഥലമില്ല, കാലമില്ല, സ്ഥലം പറയാൻ പറ്റുന്നില്ല, കാലം പറയാൻ പറ്റുന്നില്ല. മലയാളത്തിൽ സ്ഥലകാലാതീതം എന്ന് പറയേണ്ടി വന്നു. സ്ഥലത്തിനും കാലത്തിനും അതീതമായത് എന്ന് പറയേണ്ടി വന്നു. സ്വാഭാവികമായും ഈ മഹാപ്രപഞ്ചം അത് ഉണ്ടായതാണ് എന്ന് സമ്മതിക്കേണ്ടി വന്നു. ഉണ്ടായാൽ, അല്ലെങ്കിൽ ജനിച്ചാൽ അതിന് മരണമുണ്ട് എന്ന് സമ്മതിക്കേണ്ടി വന്നു. തുടക്കമുണ്ട്, ഒടുക്കമുണ്ട്. ആദ്യം സ്റ്റഡി സ്റ്റേറ്റ് തിയറിയിൽ പറഞ്ഞ തുടക്കമില്ല, ഒടുക്കമില്ല എന്നത് മാറി തുടക്കമുണ്ട് എന്ന് സമ്മതിച്ചു, ഒടുക്കമുണ്ട് എന്നും സമ്മതിച്ചു. ഈ ഒരു അവസ്ഥയിലേക്ക് ആധുനിക സയൻസ് കടന്നു വരുമ്പോ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറഞ്ഞു, ഇന്നാ ലമൂസിഊൻ. ഇത് സ്റ്റഡി സ്റ്റേറ്റ് അല്ല, ഇത് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നേരത്തെ ഉള്ളതല്ല. നേരത്തെ ഉള്ളത് ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അതെ, തുടക്കമില്ലാത്തവൻ അല്ല മാത്രമാണ്, ഒടുക്കമില്ലാത്തവൻ അല്ല മാത്രമാണ്. അതുപോലെ പ്രത്യക്ഷനായതും പരോക്ഷമായതും അല്ല മാത്രമാണ് എന്ന് വളരെ ഖണ്ഡിതമായി ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. 1948 വരെ സയൻസ് ഈ ലോകത്തെ നോക്കി, ഈ പ്രകൃതിയെ നോക്കി വിളിച്ചു പറഞ്ഞു, ഹുവൽ അവ്വലു വൽ ആഖിറു വല്ലാഹിറു വൽ ബാത്തിൻ. അതെ, ഈ കാണുന്നതൊക്കെ ഉള്ളൂ, ഇതിന് തുടക്കമില്ല, ഒടുക്കമില്ല, പ്രകൃതി തന്നെയാണെല്ലാം, ഇതെല്ലാം പ്രകൃതിയുടെ വികൃതിയാണ് എന്ന് വിളിച്ചു പറഞ്ഞ സയൻസ്, അതെ, ഇന്ന് ആധുനിക ലോകത്തൊരു പൊട്ട സയൻസായി, സൂഡോ സയൻസായി കാലത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയപ്പെട്ടുവെങ്കിൽ നമുക്കറിയാം ഇന്ന് മഹാപ്രപഞ്ചത്തിന് തുടക്കമുണ്ടെന്ന് ലോകം സമ്മതിക്കുന്നു, ഒടുക്കമുണ്ടെന്ന് സമ്മതിക്കുന്നു. അതിങ്ങനെ വികസിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം, ആ പ്രഖ്യാപനം അംഗീകരിക്കേണ്ടി വരുന്നുവെങ്കിൽ അവിടെ കൊണ്ട് ഖുർആൻ അവസാനിപ്പിച്ചില്ല. വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. നമുക്കറിയാം നമ്മൾ വസിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമി, ആ ഭൂമിയെ ഛേദിച്ചുകൊണ്ടുള്ള പഠനങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഉപരിതലം, ക്രസ്റ്റും അതുപോലെ തന്നെ മാൻഡിലും ഔട്ട്കോറും ഇന്നർ കോറുമായി ഈ ഭൂമിയെ അതിനെ പിളർത്തിക്കൊണ്ട് പഠിക്കുന്ന ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ ഛേദം നമ്മൾ സയൻസ് പാഠപുസ്തകങ്ങളിൽ പരീക്ഷയ്ക്കും മറ്റുമൊക്കെ എഴുതിയതും വരച്ചതുമൊക്കെ ഓർക്കുകയാണ്. ഭൂമിയുടെ ഛേദം, ഇന്നർ കോറും ഔട്ടർ കോറും അതുപോലെ തന്നെ അതിന്റെ മാൻഡിലും ഒക്കെ വരച്ചുകൊണ്ട് 10 മാർക്കിന് 15 മാർക്കിന് 5 മാർക്കിനൊക്കെ വരച്ചു വെക്കുകയാണ്. നമ്മൾ അറിയുന്നു 30 കിലോമീറ്റർ ഭൂമിയിൽ തുളച്ചു നേരെ ചെന്നാൽ പിന്നെയുള്ളത് നമ്മുടെ ഈ കരാവസ്ഥയല്ല, അതിന്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദ്രവമാണ്. ഇതിന്റെ ഉള്ളിൽ, ഇതിന്റെ ഇന്നർ കോറിൽ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ദ്രവമാണ് ഭൂമിയുടെ ഉള്ളിലെന്ന്. കേവലം 30 കിലോമീറ്റർ മാത്രമാണ് അതിന്റെ പുറന്തോടുള്ളത് എന്ന്. ഈ ഭൂമി അതിശീഘ്രം, അതിവേഗം അതിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന്, ഒന്നിലധികം ചലനങ്ങളിലൂടെ ഭൂമി അതിവേഗത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുവെന്ന് നമ്മൾ ഇന്ന് തിരിച്ചറിയുകയാണ്, നമ്മൾ മനസ്സിലാക്കുകയാണ്. ഈ ചലിക്കുന്ന ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ ഈ കറക്കം നമ്മൾ അറിയുന്നില്ല. ഉള്ളിൽ തിളച്ചു മറയുന്ന ദ്രവം ഇങ്ങനെ തിളച്ചു മറയുന്ന അവസ്ഥയിൽ കറങ്ങുന്ന ഭൂമിയിലാണ് നമ്മൾ വസിക്കുന്നത്. ഖുർആൻ പറയുന്നു, വൽ അർള ഫറശ്നാഹാ ഫനിഅമൽ മാഹിദൂൻ. നിങ്ങൾക്ക് ഈ ഭൂമി, അതിശീഘ്രം കറങ്ങുന്ന ഭൂമിയെ ഒരു വിരിപ്പ് പോലെയാക്കി തന്നു. ഇതിന്റെ കറക്കം നിങ്ങൾ അറിയുന്നില്ല, ഇതിന്റെ ചരിവ് നിങ്ങൾ അറിയുന്നില്ല, നിങ്ങൾ അതിന്റെ ആ കറക്കത്തിൽ വീണുപോകുന്നില്ല. ഫനിഅമൽ മാഹിദൂൻ. സ്വന്തം മാതാവ് കുഞ്ഞിനു വേണ്ടി ഒരുക്കുന്ന
തൊട്ടിൽ പോലെ, ആ തൊട്ടിലിൽ കുഞ്ഞെത്ര സുരക്ഷിതമാണോ, ആ തൊട്ടിലാട്ടുമ്പോഴാകട്ടെ, കുഞ്ഞിനെ ഉറക്കുമ്പോഴാകട്ടെ, ഉറങ്ങിക്കിടക്കുമ്പോഴാകട്ടെ, ആ തൊട്ടിൽ കുട്ടിക്കെത്ര സുരക്ഷിതമാണോ അതുപോലെ ഭൂമി നിങ്ങൾക്ക് സുരക്ഷിതമാണ്. നിങ്ങൾക്ക് ഓടാം, ചാടാം. കേവലം ഇവിടുന്ന് മേപ്പോട്ട് പറന്ന് ഒരു 60 കിലോമീറ്റർ മുകളിലേക്ക് പോയി നിങ്ങൾ ബഹിരാകാശത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ, അന്തരീക്ഷമില്ലാത്തിടത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കിതുപോലെ നടക്കാൻ കഴിയുന്നില്ല, നിങ്ങൾക്കിതുപോലെ അതേ സ്വച്ഛന്തം വിഹരിക്കാൻ കഴിയുന്നില്ല, ഇതുപോലെ വെള്ളം കുടിക്കാൻ കഴിയുന്നില്ല. അവിടെ ഗ്രാവിറ്റി ഇല്ല, അവിടെ പിടുത്തമില്ല, അവിടെ മനുഷ്യർക്ക് ഭാരമില്ല, പാറി നടക്കുന്നു, അതല്ലെങ്കിൽ ആ രൂപത്തിലായി പോകുന്നു. എന്നാൽ അതേ മനുഷ്യൻ അന്തരീക്ഷം കൊണ്ട് കവചം തീർത്ത ഭൂമിയിൽ ഫനഅമൽ മാഹിദൂൻ, ഒരു കുട്ടിക്ക് തൊട്ടിൽ പോലെ സുരക്ഷിതമായിടത്ത് അവൻ വസിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, അതെ ഈ ഭൂമി അതിന്റെ ചുവലുകളിലൂടെ നിങ്ങൾക്ക് നടക്കാം. ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലാ ഫംശൂ ഫീ മനാകിബിഹാ വകുലൂ മിർ റിസ്ഖിഹി വഇലൈഹിൻ നുശൂർ. ഭൂമിയുടെ ചുവലുകളിലൂടെ നിങ്ങൾ നടന്നുകൊള്ളുക, സ്വച്ഛന്തം വിഹരിച്ചു കൊള്ളുക. നിങ്ങൾക്ക് ചന്ദ്രൻ ഇതുപോലെ നടക്കാൻ കഴിയുമോ? ചൊവ്വയിൽ ഇതുപോലെ നടക്കാൻ കഴിയുമോ? ഇല്ല. ബഹിരാകാശത്ത് ഇതുപോലെ നടക്കാൻ കഴിയുമോ? ഇല്ല. ഭൂമി നിങ്ങൾക്ക് വിധേയമാക്കി തന്നു എന്ന് വിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ്. എന്ന് മാത്രമല്ല, ഒരു നിഅമത്ത് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നിഷേധിക്കാൻ കഴിയാത്ത ഒരു നിഅമത്ത് കൂടി എടുത്തു പറഞ്ഞു. അതെന്താണ്? അതേ വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈനി ലഅല്ലക്കും തദക്കറൂൻ. നിങ്ങൾക്കിടയിലുള്ളതെല്ലാം ഇണകളാക്കി പടച്ചവൻ സൃഷ്ടിച്ചു. ആണും പെണ്ണുമാക്കി പടച്ചവൻ സൃഷ്ടിച്ചു, ഇണകളാക്കി അള്ളാഹു സൃഷ്ടിച്ചു. നിങ്ങൾക്കിടയിലെ ചെടികളാകട്ടെ അത് പരാഗണം നടത്തുകയാണ്, അതുപോലെ മനുഷ്യരാകട്ടെ മൃഗങ്ങളാകട്ടെ ഇണകളായി ജീവിക്കുകയാണ്. വമിൻ കുല്ലി ശൈഇൻ ഖലഖനാ സൗജൈൻ, ഇണകളാക്കി നാം നിങ്ങളെ പടച്ചു. ലഅല്ലക്കും തദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നവരാകാൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നവരാകാൻ. ഈ 3 കാര്യങ്ങളെ മുന്നിൽ വെച്ചിട്ടാണ് അല്ലാഹു പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾ തൗഹീദുള്ള മനുഷ്യരാകണേ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവരാകണേ, അള്ളാഹുവിലേക്ക് ഓടി വരുന്നവരാകണേ, മുവഹിദുകളാകണേ. നിങ്ങൾ ശാസ്ത്രം തിരിയുന്നവരാണെങ്കിൽ, ഈ ലോകത്തെ നിങ്ങൾ പഠിച്ചവരാണെങ്കിൽ, ഈ മഹാപ്രപഞ്ചത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നവരാണെങ്കിൽ അള്ളാഹുവിലേക്ക്, റബ്ബിലേക്ക് നിങ്ങൾ ഓടി വരണേ. അപ്പൊ തൗഹീദ് എന്നുള്ളത് ഏറ്റവും ബുദ്ധിപരമായി ലോകത്തിന്റെ മുന്നിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമർപ്പിക്കുന്ന കാര്യമാണ്. ഏതൊരു ബുദ്ധിജീവിയുടെ മുന്നിലും അല്ലാഹു സമർപ്പിക്കുന്ന കാര്യമാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച അപരിഷ്കൃതരായ ജനങ്ങൾക്ക് മുന്നിൽ തൗഹീദ് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും. ആധുനികതയുടെ മട്ടുപ്പാവിൽ വിരാജിക്കുന്ന ആധുനിക മനുഷ്യന്റെ മുന്നിൽ ആ രൂപത്തിൽ തൗഹീദ് പറഞ്ഞാൽ മനസ്സിലാകും. ഈ രൂപത്തിൽ തൗഹീദിന്റെ സുന്ദരമായ ആശയതലങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മുന്നിൽ സമർപ്പിക്കുകയാണ്. മരിക്കുന്നത് വരെ, അന്ത്യശ്വാസം വരെ വിട്ടുകളയാതെ, ഒഴിവാക്കാതെ ആ തൗഹീദിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ അല്ലാഹു നമ്മോട് ആവശ്യപ്പെടുകയാണ്. ആ മാർഗത്തിലാണ് സലഫികളുള്ളത്, ആ മാർഗത്തിലാണ് മുജാഹിദുകളുള്ളത്. ഒരു സമയം പോലും, ഒരു സെക്കൻഡ് പോലും അല്ലാഹുമായുള്ള ബന്ധം വിട്ടുപോകുന്നില്ല. റബ്ബിനെ നമുക്ക് മാറ്റി നിർത്താനില്ല. മഹാനായ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സംഭവം ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. ഫലാ യൻഫഖുൽ അബ്ദു മിൻ ഉബൂദിയ്യതി മാ ദാമ ഫീ ദാരി തക്ലീഫ്. ഒരു ദാസനെ സംബന്ധിച്ചിടത്തോളം അല്ലാഹുവുമായുള്ള ബന്ധം അവന് വിട്ടുപോകുന്നില്ല, അവന്റെ ബാധ്യത വിട്ടുപോകുന്നില്ല. റബ്ബുമായി എനിക്കുള്ള ബന്ധം ഒരു സെക്കൻഡിൽ പോലും വിട്ടുപോകുന്നില്ല. ഫലാ യൻഫഖുൽ അബ്ദു മിനൽ ഉബൂദിയ്യ മാ ദാമ ഫീ ദാരി തക്ലീഫ്. തക്ലീഫിന്റെ ലോകത്ത് നിന്നുകൊണ്ട് അല്ലാഹുവിന് വിധേയപ്പെടൽ, അല്ലാഹുവിന് അടിമപ്പെടൽ, അതിനെ തൊട്ട് അടിമയെ തൊട്ട് വിട്ടുപോകുന്നില്ല. ബൽ അലൈഹി ഫിൽ ബർസഖ് ഉബൂദിയ്യത്തുൻ ഉഖ്റാ. മരിച്ചാൽ പോലും, കണ്ണടച്ചാൽ പോലും, ശ്വാസം നിലച്ചാൽ പോലും, ഖബറിലായാൽ പോലും അല്ലാഹുമായുള്ള ഉബൂദിയ്യത്ത്, അവനുമായുള്ള ബന്ധം വിട്ടുപോകുന്നില്ല. നേരെ മറിച്ച് ബൽ അലൈഹി ഫിൽ ബർസഖ് ഉബൂദിയ്യത്തുൻ ഉഖ്റാ, ഭൗതിക ലോകത്തോടുള്ള ബന്ധം വിട്ടുകൊണ്ട് ബർസഖാകുന്ന ലോകത്തെ മറക്ക് പിന്നിലേക്ക് ഞാൻ മാറ്റപ്പെടുമ്പോ, എന്റെ വീട്ടിൽ നിന്ന്, എന്റെ കുടുംബത്തിൽ നിന്ന്, എന്റെ മക്കളിൽ നിന്നോ, എന്റെ നാട്ടുകാരിൽ നിന്ന്, എന്റെ ബന്ധുക്കളിൽ നിന്ന് മായ്ച്ച് മറച്ച് അല്ലാഹു മറ്റൊരു ലോകത്തേക്ക് മരണാനന്തരം അവിടെ എത്തുമ്പോ അവിടെയും എനിക്ക് തക്ലീഫുണ്ട്, ആ ബാധ്യത നിർവഹിക്കാനുണ്ട്. ഈമാനിന്റെ വിഷയത്തിൽ, ഇസ്ലാമിന്റെ വിഷയത്തിൽ ലമ്മാ യസ്അലുൽ മലകാനി മൻ കാന യഅബുദ്
ഖബറിലെത്തുമ്പോ മലക്കുകൾ വന്ന് ചോദിക്കുകയാണ്, മൻ കാന യഅബുദ്, ആരെയാണടാ നീ ആരാധിക്കുന്നത്, ആരാണ് നിന്റെ ഇലാഹ്? അവിടെ ചോദിക്കുകയാണ്, വമാ യഖൂലു ഫീ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലുള്ളാഹിയുടെ കാര്യത്തിൽ നിനക്കെന്താണ് പറയാനുള്ളത് എന്ന ചോദ്യം ഞാൻ നേരിടുന്നത് അതേ ദുനിയാവിലെ ഏതെങ്കിലും ഒരു എക്സാം കോർണറിലല്ല, നേരെ മറിച്ച് ഖബറിലാണ്. വയൽതമിസാന മിൻഹുൽ ജവാബ് വഅലൈഹി ഉബൂദിയ്യത്തുൻ ഉഖറാ യൗമൽ ഖിയാമ. അതുകൊണ്ട് ബർസഖിൽ മനുഷ്യന് അവന്റെ ബാധ്യത നിർവഹിക്കേണ്ടി വരുന്നു. മലക്കുകളുടെ ചോദ്യത്തിന് മുന്നിൽ ആ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയേണ്ടി വരുന്നു. ഇലാഹിനെ സംബന്ധിച്ച്, റസൂലിനെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച്. ഇനി ആ ഖബറിൽ കുറെ കാലം കിടന്ന് അവസാനം കാഹളത്തിൽ ഊതപ്പെട്ട് മനുഷ്യർ മുഴുവൻ എഴുന്നേറ്റ് വരുന്ന നാള്, ഖിയാമം നാള്, സർവ്വതും എഴുന്നേറ്റ് വരുന്ന ദിനം. ആ ദിനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാലോ അവിടെയുമുണ്ട് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം റബ്ബുമായുള്ള ബന്ധം, അവന്റെ ഉത്തരവാദിത്തം. യൗമ യദ്ഉല്ലാഹൽ ഖൽഖ കുല്ലഹും ഇലസ് സുജൂദ്. കാരണം അല്ലാഹു ആ സുജൂദിലേക്ക് ആളുകളെ വിളിക്കുന്നത് ഖിയാമം നാളിലാണ്. അവൻ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 14-ാം രാവിലെ ആ ചന്ദ്രനേക്കാളും പ്രകടമായി അല്ലാഹു ആ വിശ്വാസി സമൂഹത്തിന്റെ മുന്നിൽ പ്രകടമായിക്കൊണ്ട് അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അവരെ വിളിക്കുകയാണ്, യദ്ഉല്ലാഹൽ ഖൽഖ കുല്ലഹും ഇലസ് സുജൂദ്. അതേ സുജൂദിലേക്ക് വിളിക്കുമ്പോ ഫയസ്ജുദുൽ മുഅ്മിനൂൻ, ഖബറിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ഖിയാമം നാളിൽ നിൽക്കുന്ന വേളയിലും ഫയസ്ജുദുൽ മുഅ്മിനൂൻ, മുഅ്മിനുകളായ ആളുകൾ അല്ലാഹുവിനെ സുജൂദ് ചെയ്യുകയാണ്. വയബ്കൽ കുഫാറു വൽ മുനാഫിഖൂന ലാ യസ്തതിഊന സുജൂദ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനിതാ മറനീക്കി പുറത്തേക്ക് വരുന്ന നേരത്ത് മുഅ്മിനുകളായ ആളുകൾ മുഴുവൻ സുജൂദ് ചെയ്യുമ്പോ വയബ്കൽ കുഫാറു വൽ മുനാഫിഖൂന ലാ യസ്തതിഊന സുജൂദ്, മുനാഫിക്കുകളായ ആളുകൾക്ക്, കുഫാറുകളായ ആളുകൾക്ക് സുജൂദ് ചെയ്യാൻ കഴിയാതെ, നടുവ് വളക്കാൻ കഴിയാതെ അവർ പ്രയാസപ്പെടുകയാണ്. എന്നാൽ മുഅ്മിൻ അവിടെയും അല്ലാഹുവിൽ ഇബാദത്തിലാണ്. ഫഇദാ ദഖലൂ ദാറസ് സവാബി വൽ ഇഖാബി ഇൻകതഅത് തക്ലീഫു ഹുനാക്. ആ നാളും കഴിഞ്ഞ് ഇതാ പ്രതിഫലത്തിന്റെ നാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, ആ നാളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ തക്ലീഫില്ല, പിന്നെ തെരഞ്ഞെടുപ്പില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം തക്ലീഫ് എന്നത് എന്നിൽ നിന്ന് എടുത്തുകളയുന്നു, അല്ലെങ്കിൽ മുഅ്മിനുകളിൽ നിന്ന് എടുത്തുകളയുന്നു. നേരെ മറിച്ച് വസാറത്തിൽ ഉബൂദിയ്യത്തു അഹ്ലസ് സവാബി, അവിടെ ഇതാ സ്വർഗം പ്രതിഫലമായി കിട്ടിയ മനുഷ്യരുടെ ആ റബ്ബുമായുള്ള ബന്ധം തസ്ബീഹം മഖറൂനം ബി അൻഫാസിഹിം ലാ യജിദൂന ലഹു തഅബൻ വലാ നസ്ബാ, തഅബൻ വലാ നസ്ബാ. ആ തക്ലീഫ് എടുത്തു കളഞ്ഞുകൊണ്ട് സ്വർഗത്തിലെ ആളുകൾ അവർ ശ്വാസം കഴിക്കുമ്പോൾ പോലും, ശ്വാസം വിടുമ്പോൾ പോലും അവരിതാ തസ്ബീഹാക്കിയത് മാറ്റുന്നു, അല്ലെങ്കിൽ ഇവിടെ ശ്വാസം പോലും തസ്ബീഹായി മാറുന്നു. അഥവാ തക്ലീഫ്, തെരഞ്ഞെടുപ്പ് മാറ്റി ഞാൻ തെരഞ്ഞെടുത്ത അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു എന്നത് മാറി. ഇതാ സ്വർഗത്തിൽ ഒരു മനുഷ്യനെത്തിക്കഴിഞ്ഞാൽ അവന്റെ ഉബൂദിയ്യത്തായി തീരുകയാണ്. ആരുടെ? അതേ അഹ്ലസ് സവാബി, ആ സ്വർഗം പ്രതിഫലമായി കിട്ടുന്ന മനുഷ്യരുടെ ഉബൂദിയ്യത്തായി തീരുന്നു. തസ്ബീഹം മഖറൂനൻ ബി അൻഫാസിഹിം ലാ യജിദൂന ലഹു തഅബൻ വലാ നസ്ബാ. സ്വർഗത്തിലെ ആളുകൾ ശ്വാസം കഴിക്കുന്നത് പോലും തസ്ബീഹിലൂടെയാണ്. ഒരു ശ്വാസം പോലും തസ്ബീഹായി മാറുകയാണ് സ്വർഗത്തിലെ ആളുകൾ. അത്രത്തോളം അവൻ ഇടമുറിയാതെ അല്ലാഹുവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നിടത്തേക്ക് ഉയർത്തപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ആ റബ്ബുമായുള്ള ബന്ധം, വമൻ സഅമ അന്നഹു യസ്ലു ഇലാ മഖാമി യസ്ഖുതു അൻഹു ഫീഹി തഅബ്ബുദ് ഫഹുവ സിന്ദീഖുൻ കാഫിറുൻ ബില്ലാഹി വബിറസൂലിഹി. മഹാനായ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാൻ സാധിക്കും. ഏതെങ്കിലും ഒരു മനുഷ്യൻ അവൻ വാദിക്കുകയാണ്, ജീവിതത്തിൽ റബ്ബുമായി ബന്ധം വിട്ടുപോകുന്ന ചില ഘട്ടങ്ങളുണ്ട്, ആ റബ്ബിനോടുള്ള നമ്മുടേതായ കടമകൾ നിർവഹിക്കേണ്ടതില്ലാത്ത ഘട്ടങ്ങൾ ഒരു മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കാം എന്ന് ഏതെങ്കിലും ഒരുത്തൻ വാദിച്ചാൽ അവൻ സിന്ദീഖാണ്, നിർമ്മിതവാദിയാണ്. നേരെ മറിച്ചൊരു മുഅ്മിൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവൻ മരിക്കുമ്പോൾ പോലും, അവസാന ശ്വാസത്തിൽ പോലും, അവസാന സക്രാത്തിന്റെ ഹാലിൽ പോലും
തൗഹീദിന്റെ വചനം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വചനം. മരിച്ചാൽ ഖബറിൽ ഇലാഹിനെ സംബന്ധിച്ച സംസാരം, റിസാലത്തിനെ സംബന്ധിച്ച സംസാരം. അവിടുന്ന് നാളെ ഖിയാമത്ത് നാളിൽ എത്തിയാൽ അല്ലാഹു സുജൂദിലേക്ക് വിളിക്കുമ്പോൾ ഓടിച്ചെന്ന് സുജൂദ് ചെയ്തിൽ വീഴുന്ന മുഅ്മിനുകൾ, സുജൂദ് ചെയ്യാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന മുനാഫിക്കുകൾ, കുഫാറുകൾ, ഇതെല്ലാം കഴിഞ്ഞ് അഹ്ലുസ് സവാബ്, അതേ പ്രതിഫലത്തിന്റെ ആ ഒരവസ്ഥയിൽ സ്വർഗം പുൽകുന്ന മനുഷ്യർ, അവന്റെ ശ്വാസത്തിൽ പോലും തസ്ബീഹായി, അവന്റെ ശ്വാസം പോലും തസ്ബീഹായി, അവന്റെ ചിന്തകൾ ദിക്റുകളായി അള്ളാഹുവിലേക്ക് അതേ കൽബ് പൂർണ്ണമായി തീരുന്ന രൂപത്തിൽ ജീവിതത്തിൽ ഒരിക്കലും വിട്ടുപോകാത്ത അനിഷേധ്യമായൊരു ബന്ധം റബ്ബുൽ ആലമീനായ അള്ളാഹുവുമായി സാധിച്ചെടുക്കുന്നതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് സ്വീകരിക്കുകയാണ്. ഉലുൽ അസ്മുകളായ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ സവിശേഷത അവർ വിശദീകരിക്കുമ്പോൾ അവർ തൗഹീദിന്റെ പ്രചാരകരായി, പ്രബോധകരായി, വാഗ്ദാക്കളായി, അതിനുവേണ്ടി പ്രയാസം സഹിക്കുന്നവരായി ജീവിച്ചു. ആ ഉലുൽ അസ്മുകളുടെ അഥവാ അല്ലാഹുവിലേക്ക് ഏറ്റവും പ്രിയപ്പെട്ട പ്രവാചകന്മാരുടെ സവിശേഷതയായത് പഠിപ്പിക്കുമ്പോൾ തൗഹീദ് എന്ന് പറയുന്ന ഏറ്റവും അമൂല്യമായ ആ നിലപാടിനെ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ, നെഞ്ചിലേറ്റാൻ, അള്ളാഹുവിനെ ഹൃദയത്തിലേറ്റാൻ നമുക്ക് സാധിക്കണം. ആ വഴിയിൽ ജീവിച്ചു മരിക്കാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മുജാഹിദുകളായി, മുവഹിദുകളായി ജീവിക്കാൻ അവസരം തന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്താൻ ജീവിതത്തിന്റെ സകല മേഖലകളിലും റബ്ബുമായുള്ള ആ ബന്ധം, തൗഹീദിന്റെ ഊഷ്മളമായ അവസ്ഥ നിലനിർത്തി ഈ ലോകത്ത് ജീവിക്കുമ്പോഴും മരിച്ചാൽ ഖബറിലും നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അവൻ പ്രത്യക്ഷപ്പെടുന്ന ദിവസത്തിൽ അവന്റെ മുന്നിൽ സുജൂദിലായും വീണുകൊണ്ട് പൂർണ്ണമായി സ്വർഗത്തിലെത്തി ആ റബ്ബിലേക്ക് പൂർണ്ണമായി തന്നെ മനസ്സ് മടങ്ങി ശ്വാസം പോലും ആ റബ്ബിന്റെ തസ്ബീഹായി മാറുന്ന അവസ്ഥയിലേക്ക് ഉയരാൻ, വളരാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സാധുക്കളായ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അല്ലാഹുവേ, ഈ വേളയിൽ ഈ മഹത്തായ ആദർശ സമ്മേളനം, അല്ലാഹുവേ, തൗഹീദിന്റെ ഈ സമ്മേളനം, അതിനുവേണ്ടി ഒരുപാട് മനുഷ്യർ അധ്വാനിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ പരിശ്രമിച്ചിട്ടുണ്ട്. ശരീരം കൊണ്ട്, സമ്പത്ത് കൊണ്ട്, സമയം കൊണ്ട് ഇതിനുവേണ്ടി അധ്വാനിച്ച മനുഷ്യരുണ്ട്. റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, അവരെ നീ കാണുന്നവനാണ്, അറിയുന്നവനാണ്. എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ നീ സമാധാനം നൽകണേ അല്ലാ. അല്ലാഹു അവരുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരുടെ ആഖിറത്തിൽ നീ പൂർണ്ണമായ അഫ്വ് നൽകണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുജനങ്ങൾ, സ്നേഹിതന്മാർ, സഹപ്രവർത്തകർ, സഹപാഠികൾ, അയൽവാസികൾ എല്ലാവരെയും ഹിദായത്തിന്റെ വഴിയിലൂടെ നയിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, രോഗങ്ങളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന്, കഷ്ടതകളിൽ നിന്ന്, ജീവിത പരീക്ഷണങ്ങളിൽ നിന്ന്, ഇഹത്തിൽ ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കഠിനമായ പ്രയാസങ്ങളിൽ നിന്ന് റബ്ബുൽ ആലമീനായ അല്ലാഹുവേ, ഞങ്ങളെ നീ സംരക്ഷിക്കണേ. പ്രത്യേകമായി നിന്റെ കാവൽ കൊണ്ട്, കരുതൽ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാഹുവേ, നിന്റെ പ്രിയപ്പെട്ട വലിയുകളായി അല്ലാഹുവേ ഞങ്ങളെ നീ കബൂലാക്കണേ. ജീവിതത്തിൽ തൗഹീദിന് വേണ്ടി ജീവിക്കാനും തൗഹീദിന് വേണ്ടി മരിക്കാനും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ജീവിത പാഠങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാനും ആവശ്യമുള്ള അറിവും ഫഹമും കരുത്തും അതിനുള്ള അവസരവും ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.